ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രണ്ട് സന്ധ്യകളിലും നമ്മൾ ഒത്തുകൂടി ഇന്നലെ ഉത്തിഷ്ഠ ഭാരത എന്നുള്ള വിഷയം ചിന്തിക്കാൻ ആരംഭിച്ചു. ഭാരത ശബ്ദത്തിൻ്റെ ഗൗണമായ അർത്ഥം പല രീതിയിൽ പറയാമെങ്കിലും മുഖ്യമായ അർത്ഥം ജ്ഞാനത്തിൽ ആനന്ദിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ എന്നതാണെന്ന് ചിന്തിച്ചു. അറിവിൽ ആനന്ദിക്കുന്ന, അറിവിൽ ആനന്ദിപ്പിക്കുന്ന ആ ഒരു പൈതൃകം, ആ ഒരു ഭാവം എവിടെയുണ്ടോ അതാണ് ഭാരതം. ആ ഭാരതീയനെ, ആ ഭാരതത്തിൽ അഭിമാനിക്കുന്നവനെ സംബോധന ചെയ്തുകൊണ്ട് ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ എന്ന് പറയാൻ എന്തേ കാരണം? അപ്പോഴാണ് നമ്മൾ പിന്നിലേക്ക് അല്പം ചിന്തിച്ചു പോയത്. ഓരോ വ്യക്തിക്കും തനത് വ്യക്തിത്വമുള്ളതുപോലെ ലോകത്തെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും, വ്യത്യസ്ത പ്രദേശങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കുമൊക്കെ അനാദികാലമായി തനതായ ചില വ്യക്തിത്വങ്ങളുണ്ട്, അവയ്ക്ക് അനുസൃതമായ ചില ദൗത്യങ്ങളുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ പ്രദേശങ്ങൾക്കും മഹത്വപൂർണമായ ചില വ്യക്തിത്വങ്ങളുണ്ട്, അതിനനുസൃതങ്ങളായ ദൗത്യങ്ങളുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെയും ഒരു പ്രദേശത്തിൻ്റെയും ദൗത്യവും വ്യക്തിത്വവും മോശമല്ല, എല്ലാം ശ്രേഷ്ഠമാണ്. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായിട്ട് അവിടുത്തെ സമൂഹം ഉയരണം. എല്ലാവരും അവനവൻ്റെ ദൗത്യനിർവഹണം ചെയ്യുന്നവരാകുമ്പോൾ മൊത്തം ലോകം, മൊത്തം ഈ ഭൂമി സമഗ്രമായ വികാസത്തെ പ്രാപിക്കും. ഇത് നമ്മുടെ അനാദികാലമായുള്ള വീക്ഷണമാണ്. ഈ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഭാരതത്തിൻ്റെ വ്യക്തിത്വം എപ്പോഴും ജ്ഞാനത്തിൽ അഭിമാനിക്കുന്ന, ജ്ഞാനത്തെ പ്രസരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതിനെയാണ് നമ്മൾ ആധ്യാത്മിക വ്യക്തിത്വം, ആധ്യാത്മികതയാണ് ഭാരതത്തിൻ്റെ ദൗത്യവും സന്ദേശവും വ്യക്തിത്വവും എന്നൊക്കെ പറയാറ്. ഇവിടെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, ഈ ജ്ഞാന പാരമ്പര്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ആധ്യാത്മികം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് ആ പദത്തെ പ്രയോഗിക്കാറ്. പ്രയോഗിക്കുന്നത് ഒന്നുകിൽ അനുകൂലിക്കാൻ ആവാം, അല്ലെങ്കിൽ എതിർക്കാനാവാം. പക്ഷെ പ്രായേണ സമൂഹത്തിലേക്ക് നമ്മൾ നിരീക്ഷിച്ചാൽ കാണുന്നത് അനുകൂലിക്കാൻ സ്വീകരിക്കുന്നവരും എതിർക്കാൻ സ്വീകരിക്കുന്നവരും ആധ്യാത്മികത എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പോലും പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ആചരണ വിശേഷങ്ങളെ ചെയ്യുന്നതിനെയോ ക്ഷേത്രാദി സങ്കേതങ്ങളിൽ പോകുന്നതിനെയോ ചില
അനുഷ്ഠാനക്രമങ്ങളെ ചെയ്യുന്നതിനെയോ, മന്ത്രജപം, നാമജപം, അല്ലെങ്കിൽ ക്ഷേത്രദർശനം, ശാസ്ത്രപഠനം, എന്തെങ്കിലും അത്തരം ചില ചിട്ടകളെ അനുവർത്തിക്കുന്നതിനെയോ ആചരണങ്ങളെ ചെയ്യുന്നതിനെയോ ഒക്കെ പലപ്പോഴും ആധ്യാത്മികത എന്ന് ചിലർ മനസ്സിലാക്കാറുണ്ട്. അതിനെ അപ്രകാരം മനസ്സിലാക്കി അനുകൂലിക്കും, പ്രതികൂലിക്കും. വാസ്തവത്തിൽ ശാസ്ത്രസിദ്ധമായ രീതിയിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും, ആധ്യാത്മികത എന്നത് സത്യാന്വേഷണമാണ്. ആധ്യാത്മികത സത്യോന്മുഖതയാണ്. കാരണം ആത്മശബ്ദത്തിൻ്റെ അർത്ഥമൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഉപനിഷത്തിൽ ആത്മശബ്ദത്തെ പറയുന്ന ഒരു സന്ദർഭത്തിൽ യജുർവേദീയമായ കഠോപനിഷത്തിൽ പറയും, അസ്ഥിത്യേവോപലബ്ധവ്യ എന്ന്. ഉണ്ട്, ആകുന്നു എന്നറിയേണ്ടതാണ്. ആത്മതത്വത്തെ ഉപദേശിക്കുന്ന സന്ദർഭത്തിലാണ് കഠോപനിഷത്തിൽ ഋഷി പറഞ്ഞു തന്നത്, ഉണ്ട്, ആകുന്നു എന്നറിയേണ്ടതാണ്. അസ്ഥിത്യേവോപലബ്ധവ്യ എന്ന് പറഞ്ഞിട്ടും തൃപ്തി വരാതെ തുടർന്ന് പറഞ്ഞു, അസ്ഥിത്യേവോപലബ്ധസ്യ തത്വഭാവ പ്രസീദതി. വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. അസ്ഥിത്യേവോപലബ്ധസ്യ തത്വഭാവ പ്രസീദതി. ഉണ്ട്, ആകുന്നു എന്നതിനെ അറിഞ്ഞവന്, ഉണ്ട്, ആകുന്നു എന്നറിഞ്ഞവന് അഥവാ എന്നതിനെ അറിഞ്ഞവന് തത്വഭാവം, തത്വജ്ഞാനം പ്രസന്നമായി തീരുന്നു. അവൻ ജ്ഞാനിയായി തീരുന്നു. പുതുതായിട്ടൊന്നിനെ ഉണ്ടാക്കി അറിയാനല്ല പറഞ്ഞ്, ഉണ്മയെ, അസ്തിത്വത്തെ, സത്തയെ, എന്തിനാൽ എല്ലാം ഉള്ളതായിരിക്കുന്നു. ഈ വ്യാവഹാരിക തലത്തിൽ നമ്മൾ സകലത്തിനെയും ഉണ്ടെന്ന് പറയുമ്പോൾ എന്തിനാൽ ഉള്ളതായിരിക്കുന്നു, എന്താണ് ഉണ്മ? ഈ ആത്യന്തികമായ ഉണ്മയെയാണ് ആത്മശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതിനെ സംബന്ധിക്കുന്നത് ആത്മീയം അല്ലെങ്കിൽ അധ്യാത്മം, അതുമായി ബന്ധപ്പെട്ടത് ആധ്യാത്മികം. അപ്പോൾ ഈ സത്യോന്മുഖത, സത്യജിജ്ഞാസ, സത്യത്തെ കണ്ടെത്താനായിക്കൊണ്ടുള്ള ത്വര, ആ ഒരു സത്യാന്വേഷണമാണ് വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ തനത് വ്യക്തിത്വം. ആ സത്യാന്വേഷണത്തിന് പല പദ്ധതികളെ അനാദികാലമായി നാം അനുവർത്തിച്ചു. സകല ശാസ്ത്രങ്ങളുടെയും ശാസ്ത്രം, സകല ശാസ്ത്രവും. ഇവിടെ ശാസ്ത്രമെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ടെക്നോളജിയെ അല്ല, അപ്ലൈഡ് സയൻസിനെ അല്ല, പ്യുവർ സയൻസ്, ശുദ്ധശാസ്ത്രം. സകല ശാസ്ത്രങ്ങളും ലോകത്തിൻ്റെ ഏത് ഭാഗത്തിൽ വികസിച്ചതോ ആവട്ടെ, അഥവാ ഏത് ഭാഗത്തിലൂടെ നൈരന്തര്യത്തെ ഉൾക്കൊണ്ടതാവട്ടെ, സത്യാന്വേഷണത്തിൽ നിന്നുണ്ടാവുന്നതാണ്. സത്യത്തെ കണ്ടെത്തുന്നതിനായിക്കൊണ്ടുള്ള അന്വേഷണമാണ്. ആ അന്വേഷണ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനുഷ്യ സമൂഹത്തിന് ലഭിക്കുന്ന വൈഭവങ്ങളാണ് ടെക്നോളജിയിൽ, അപ്ലൈഡ് സയൻസിൽ. പക്ഷേ ശുദ്ധശാസ്ത്രം എപ്പോഴും സത്യാന്വേഷണമാണ്. പലപ്പോഴും ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, മനുഷ്യ സമൂഹം ടെക്നോളജി നൽകുന്ന മഹിമകളുടെ, വിഭവങ്ങളുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന പ്രഭാവത്തിൽ കുടുങ്ങി ശാസ്ത്രാന്വേഷണത്തിൽ നിന്ന് പലപ്പോഴും പിന്നോക്കം പോവാറുണ്ട്. നമുക്കൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. സത്യാന്വേഷണ മാർഗത്തിൽ പോകുമ്പോൾ സിദ്ധമാകുന്ന, വന്നു ചേരുന്ന ചില മഹിമകളെ വേണ്ട രീതിയിൽ ദഹിപ്പിക്കാൻ കഴിയാതിരുന്നാൽ അതിൻ്റെ മഹിമകളിൽ കണ്ണ് മഞ്ഞളിച്ച് നമ്മൾ സത്യാന്വേഷണത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. ടെക്നോളജിയും സയൻസും ഒന്നിച്ചു പോയാൽ എപ്പോഴും നല്ലതാണ്.
ശ്രദ്ധിക്കുക. നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്പോൾ ശുദ്ധമായ ശാസ്ത്രം സത്യാന്വേഷണത്തിൻ്റെതാണ്. ഈ സത്യാന്വേഷണത്തിൻ്റെ ഭാവമാണ് ഭാരതീയ ശാസ്ത്രങ്ങളിലേക്ക് ശ്രദ്ധയോടുകൂടി അന്വേഷിക്കുന്ന, ജിജ്ഞാസുവായി അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് കാണാൻ കഴിയുന്നത്. അതങ്ങേയറ്റം യുക്തിഭദ്രമായൊരു ശൈലിയിലാണ് നമ്മുടെ ഋഷിമാർ അവതരിപ്പിച്ചത്. യുക്തിഭദ്രമല്ലാത്തതിനെ സ്വീകരിക്കാൻ ഒരാചാര്യനും പറഞ്ഞില്ല. തൻ്റെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യസ്വാമികൾ സ്പഷ്ടമായി പറഞ്ഞു തരുന്നു, സൂര്യൻ ശീതളിമയാർന്നതാണെന്ന് 1000 വേദം പറഞ്ഞാലും, അഗ്നി തണുത്തതാണെന്ന് 1000 വേദം പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല. അത് അനുഭവത്തിനും യുക്തിക്കും വിരുദ്ധമാണ്. ഈ ആശയം ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നതിനും എത്രയോ മുമ്പ് വാൽമീകി പറഞ്ഞു തന്നു. യുക്തിയുക്തമുപാദേയം വചനം ബാലകാദപി. യുക്തിയുക്തമായത് കൊച്ചുകുട്ടിയിൽ നിന്ന് പോലും സ്വീകരിക്കണം. അന്യതൃണമിവത്യാജ്യം, അല്ലാത്തത് യുക്തിരഹിതമായത് പുല്ലുപോലെ കളയണം. അപ്യുക്തം പത്മജന്മന. സാക്ഷാൽ ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും, ബ്രഹ്മാവെന്ന് പറയണത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പോയിക്കോളൂ ബ്രഹ്മാവേ എന്ന് പറയണം, സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എതിർക്കൊന്നും വേണ്ട, വെറുതെ കേട്ടിരുന്നാൽ മതി, സ്വീകരിക്കേണ്ട. യുക്തിയുക്തമായത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഈ ഒരു ശാസ്ത്രീയമായ സമീപന രീതിയാണ് ഋഷിമാർ അനാദികാലമായി തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ചോദ്യം വന്നേക്കാം, അപ്പോൾ ഒട്ടനവധി യുക്തിരഹിതങ്ങളായ അനാചാരങ്ങളും അബദ്ധവിശ്വാസങ്ങളും ഒട്ടനവധി ദുരാചാരങ്ങളും എന്തേ ധർമ്മശരീരത്തെ ഗ്രസിച്ചിട്ടില്ലേ? സമൂഹത്തെ ഗ്രസിച്ചിട്ടുണ്ട്. എന്നല്ല, പലപ്പോഴും അബദ്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെയാണ് സമൂഹത്തെ കൂടുതൽ ഗ്രസിക്കുക. പക്ഷേ ധർമ്മശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, ധർമ്മത്തിൻ്റെ ശരിയായ മർമ്മം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഋഷിമാരാൽ ഉപദേശിക്കപ്പെട്ട ശാസ്ത്രങ്ങൾ നമുക്ക് മുമ്പിൽ പ്രദാനം ചെയ്യുന്ന വീക്ഷണത്തിൻ്റെ വിശാലതയും യുക്തിഭദ്രതയും ശാസ്ത്രനിഷ്ഠതയും. ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ആ ഒരു അറിവിൽ അഭിരമിക്കുന്ന, അറിയുന്നതിനുള്ള ഇച്ഛയാകുന്ന വ്യക്തിത്വം, അതിൻ്റെ ഉടമസ്ഥന്മാരായതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയിടത്തേക്ക് വീണ്ടും വരുന്നു. ലോകത്തിലെ സമസ്ത ജനങ്ങളോടും ഭാരതത്തിലെ വിദ്വാൻ്റെ അരികെ നിന്ന് സ്വന്തം ചരിത്രത്തെ പഠിക്കുവാൻ മനു ആശീർവദിച്ചത്. ആ വാക്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നമ്മൾ നിർത്തിയത്. ഇങ്ങനെ ലോകത്തിൻ്റെ പരമഗുരു പദവിയിൽ വിരാജിച്ച ഒരു സംസ്കൃതി, എന്തുകൊണ്ട് ഗുരുപദവിയിൽ വിരാജിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്നലെ സാമാന്യമായി ചിന്തിച്ചു. ഭൗതികമെന്നോ ആധ്യാത്മികമെന്നോ തരംതിരിക്കേണ്ട ആവശ്യമില്ലാതെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സമ്പുഷ്ടമായ വൈജ്ഞാനിക സമ്പത്ത് നമുക്കുണ്ടായിരുന്നു എന്നത് നമ്മൾ ഓരോരുത്തരും അതിലേക്ക് തിരിഞ്ഞു നോക്കണം, അതറിയണം, അഭിമാനിക്കണം. ചരിത്രബോധം, തൻ്റെ ആ പൈതൃക മഹത്വം, അത് നിലനിർത്തിയാൽ മാത്രമേ ഏത് പ്രദേശമായാലും ഏത് രാഷ്ട്രമായാലും മഹത്വത്തിലേക്ക് ഉയരൂ. ചരിത്രബോധമുള്ളവർക്കേ ചാരിത്രവാന്മാരാവും, ആവാൻ സാധിക്കൂ. ചാരിത്രവാന്മാർക്കേ രാഷ്ട്രത്തെ മഹത്വത്തിലേക്ക് ഉയർത്താൻ സാധിക്കൂ, തനിക്ക് സ്വയം മഹിമയിൽ വസിക്കാൻ സാധിക്കൂ. അതിന് വിദ്യാഭ്യാസമാണ് മാർഗം, അധ്യയനമാണ് മാർഗം. ചരിത്രത്തിലേക്കുള്ള അധ്യയനം, എന്തെല്ലാം മഹത്വപൂർണമായ അവസ്ഥകളിലായിരുന്നു എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം.
നമ്മുടെ അപേക്ഷയിൽ എത്രയോ ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം കൈമുതലാക്കി വെച്ച രാജ്യങ്ങളിൽ പോലും അവിടുത്തെ സമൂഹവുമായി സംവദിക്കുന്ന സമയത്ത് എന്തൊരു അഭിമാനമാണ് അവർക്കതിൽ. വളരെ ചുരുങ്ങിയ ഏതാനും നൂറ്റാണ്ടുകളുടെ ഒരു ചരിത്രമേ പഠിക്കാനും അവകാശപ്പെടാനും ഉണ്ടാവുള്ളൂ. പക്ഷേ അതിലഭിമാനിക്കുന്ന, അതിനോട് ബന്ധപ്പെടുത്തി സ്വന്തം രാഷ്ട്രത്തെ മനസ്സിലാക്കുന്ന ജനസമൂഹങ്ങളാണ് ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിവസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതികമായും അവർക്ക് ഉയരാൻ സാധിക്കുന്നു, രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കാൻ സാധിക്കുന്നു, രാഷ്ട്രത്തിനോട് കൂറോടുകൂടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. പലപ്പോഴും മറ്റെന്ത് തന്നെ ന്യൂനത കണ്ടാലും നമുക്ക് ഇല്ലാതെ പോകുന്നത് ഇതാണ്. നമ്മുടെ മിക്കവാറും ചിന്ത നമുക്ക് എന്ത് കിട്ടാനുണ്ടെന്നുള്ളത് മാത്രമായി പോകുന്നു. നമുക്ക് എന്താണ് അവകാശങ്ങൾ എന്നതാകുന്നു. അവകാശങ്ങളെ ബോധിപ്പിക്കാൻ ആയിരക്കണക്കിന് സംഘടനകളുമുണ്ട്. നല്ലതാണ്, അവകാശങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ അവകാശങ്ങൾക്ക് മുമ്പ് ബാധ്യതകൾ വരുന്നില്ലേ? ചിന്തിക്കൂ. അമ്മ നമുക്ക് ജന്മം തന്നു, പാലൂട്ടി, അന്നം തന്ന് വളർത്തി വലുതാക്കി. ഇപ്പം നമ്മൾ നടക്കാനായി, ഇപ്പം നമ്മൾ ഓടാനായി, ഇരിക്കാനായി. ഇനിയും അമ്മയിൽ നിന്ന് നമുക്ക് അവകാശങ്ങളാണോ? അല്ല അമ്മയോട് നമുക്ക് ബാധ്യതയാണോ? ചിന്തിക്കുക. ഏതാനും കാലങ്ങൾക്ക് മുമ്പ് പരിചിതനായൊരു വ്യക്തി നല്ല വെളുക്കെ ചിരിച്ചു വരുന്നുണ്ട്. സന്തോഷം. ഒരു വ്യക്തി ചിരിച്ചു വരുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. എങ്കിലും അയാളുടെ സന്തോഷത്തിന് എന്താ ഇത്ര വലിയൊരു സന്തോഷത്തിന് കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അയാൾ പറഞ്ഞത്, അയാൾ കുഴിച്ചിട്ട 200 വാഴയും കഴിഞ്ഞ ആഴ്ച ഉണ്ടായ കാറ്റിന് വീണു. എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. താൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുഴിച്ചിട്ട 200 വാഴകൾ കാറ്റത്ത് വീണതിൽ ഇയാൾക്ക് എന്താ ഇത്ര സന്തോഷം? ഇയാൾ പറയുന്നു, ആ വാഴകൾ കൊല വലുതായി വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നതായ സംഖ്യ നഷ്ടപരിഹാരമായി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കൈ കിട്ടിയിട്ടില്ല, കിട്ടുന്ന ഉറപ്പായി. കുറച്ച് ചില്ലുവാനം കൊടുക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. എന്താ എനിക്ക് വീണ്ടും ഉണ്ടാക്കിക്കൂടെ വാഴ? ചിന്തിക്കുക. ഇത് നമുക്ക് കാണിച്ചു തരുന്നൊരു മനോഭാവമുണ്ട്. നമുക്കിന്ന് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന വൈകല്യത്തിൻ്റെ സൂചനയാണിത്. ഇതൊരു വ്യക്തിയുടെ ദോഷമൊന്നുമല്ല, ഇതൊരു സമൂഹത്തിൽ വന്നു ചേർന്ന വൈകല്യമാണ്. നോക്കൂ, എന്തിന് അദ്ദേഹത്തിൻ്റെ വിഷയം പറയുന്നു, നമുക്ക് നമ്മുടെ വിഷയം പറയാം. ആശ്രമത്തിൽ വളരെ സാമ്പത്തികമായി വളരെ പ്രയാസം ഉണ്ടായ ഒരു സന്ദർഭത്തിൽ സ്ഥിരമായി അവിടെ ബന്ധപ്പെടുന്ന ഒരു അമ്മ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അവരോട് നമ്മൾ പറഞ്ഞു, നിങ്ങളെന്തായാലും ഈ സ്വർണ്ണമൊക്കെ അലമാരിയിൽ വെച്ചതാണല്ലോ, തൽക്കാലം അത് ഇങ്ങ് തന്നേക്കുക. വേഗം അമ്മ ഇങ്ങോട്ട് തന്നു. നമ്മളത് കൊണ്ടുപോയി ബാങ്കിൽ, നന്മണ്ട കോപ്പറേറ്റീവ് ബാങ്കിൽ പണയം വെച്ചു. കാശെടുത്തു. അത്യാവശ്യം കാര്യം എന്ത് ചെയ്യാനാണോ പണയം വെച്ചത് അതൊക്കെ ചെയ്തു. അപ്പോഴാ ആശ്രമത്തിൻ്റെ വളരെ പരിചയമുള്ള ചിദാനന്ദപുരി സ്വാമിയെ വളരെ സ്നേഹിക്കുന്ന, ഒരിക്കലും വെറുക്കുന്നതല്ല, സ്നേഹിക്കുന്ന ആൾ ശുദ്ധമായ ഭാവത്തിൽ, തെറ്റായ ഭാവത്തിലല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ശുദ്ധമായ ഭാവത്തിൽ സ്നേഹത്തോടു കൂടി ഉപദേശിക്കുന്നത്, സ്വാമി അത് കാർഷിക ലോണാക്കി എടുത്താൽ മതിയായിരുന്നല്ലോ, എന്നാൽ കുറച്ചും കൂടി പലിശ കുറഞ്ഞു കിട്ടുമായിരുന്നു. നമ്മൾ പറഞ്ഞു, ഞാൻ കാർഷിക ആവശ്യത്തിനല്ലല്ലോ ലോൺ എടുത്തേ, ഞാൻ കൃഷി ആവശ്യത്തിനല്ല ലോൺ എടുത്തേ, വേറൊരു അത്യാവശ്യം വന്നപ്പോഴാണ് ലോൺ എടുത്തേ, അത് കൃഷി ആവശ്യമല്ല. അതിനെന്താ സ്വാമി, സ്കീമുള്ളതല്ലേ. എന്ത് പറ്റി നമുക്ക്? ഇത് എല്ലാ മേഖലയിലും ഉണ്ട്. അതെ, സബ്സിഡി വാങ്ങി ഹജ്ജിന് പോകുന്നതൊക്കെ ഇത് തന്നെയാണ്, വേറൊന്നുമല്ല. ഇതേ വൃത്തിയാണ്. നല്ലപോലെ ചിന്തിക്കുക. അപ്പം നമുക്ക് ഈ അമ്മയിൽ നിന്ന് ഇനി എന്ത് ഇങ്ങോട്ട് എന്നുള്ളതല്ല, ഇനി ഈ അമ്മയ്ക്ക് എന്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും.
അമ്മയുടെ പരമമായ മഹത്വത്തിലേക്ക് അതിനെ ഉയർത്താൻ ഞാൻ എന്ത് ചെയ്യണം? ഇതല്ലേ നമുക്കുണ്ടാവേണ്ട ചിന്ത. ഈ ചിന്ത ഉണ്ടാവണമെങ്കിൽ നിശ്ചയമായും നമ്മിൽ പൗരബോധം വേണം. നമ്മൾ പൗരന്മാരാവണം. പൗരബോധം നമുക്കുണ്ടാവണമെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ബോധം വേണം. ആ ചരിത്രത്തെ സംരക്ഷിക്കേണ്ടവനാണ് ഞാനെന്നുള്ള കർത്തവ്യതാബോധം വേണം. ചിന്തിക്കുക. ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസൽമാൻ എന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഒരു വ്യത്യാസവുമില്ല. ഭാരത. അപ്പൊ നമ്മൾ ഭാരതന്മാരാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ലോകത്തിന് വെളിച്ചം കാണിക്കാൻ ഒരു ദൗത്യമേൽപ്പിക്കപ്പെട്ട ജനവിഭാഗമാണെന്നുള്ള മഹത്വബോധം വേണം. പക്ഷേ അങ്ങനെയുള്ള സമൂഹത്തോട് ഉത്തിഷ്ഠ എന്ന് പറയേണ്ട അവസ്ഥാവിശേഷം വന്നുവെങ്കിൽ നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു, എന്ത് പറ്റി നമുക്ക്? സഹസ്രാബ്ദങ്ങളായി അടിമത്തത്തിന് കീഴിൽ കഴിഞ്ഞ നമ്മൾ എങ്ങനെ അടിമത്തത്തെ ഏറ്റെടുത്തു? എങ്ങനെ അടിമത്തം വന്നു ചേർന്നു? ചിന്തിക്കുക. പല രീതിയിൽ അപഗ്രഥിക്കാം. പക്ഷേ വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം ശ്രീമദ് ഭഗവത്ഗീത ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ പ്രധാനമായ ഉപദേശം ചെയ്ത ശേഷം അർജുനനോട് ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ഈ അറിവ് പണ്ട് ഞാൻ വിവസ്വാൻ ഉപദേശിച്ചതാണ്. വിവസ്വാൻ മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. അങ്ങനെ പരമ്പരാപ്രാപ്തമായ ഈ അറിവിനെ രാജർഷിമാർക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക അർജുന? കാലക്രമേണ ഈ അറിവ് നഷ്ടമായിപ്പോയി. ദീർഘകാലം കൊണ്ട് ഈ അറിവ് നഷ്ടമായിപ്പോയി. അതിനെയാണ് ഞാൻ നിനക്കിതാ പുനരുപദേശിക്കുന്നത്. ഈ ഒരു വാക്യത്തിൻ്റെ, ഇതിൻ്റെ വിസ്തരിച്ച പഠനത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, അതല്ല ഇവിടെ സന്ദർഭം. ഈ വാക്യത്തിൻ്റെ ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ വലിയൊരു സന്ദേശത്തെ നമുക്ക് നൽകുന്നുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ എങ്ങനെയാണ് ഈ ജ്ഞാന പാരമ്പര്യം, ഈ ശാസ്ത്ര പാരമ്പര്യം നഷ്ടമായി പോകുന്നത്? ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യ നഷ്ടം. ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരുമായവരെ പ്രാപിച്ചിട്ട് ഇത് നഷ്ടമായി പോയി. ദുർബലന്മാരെ പ്രാപിച്ചിട്ട്. ഏത് സമ്പത്തിനെ പരിപാലിക്കണമെങ്കിലും ബലവാന്മാരായിരിക്കണം. നമ്മൾ വ്യക്തി ബലവാനായിരിക്കണം, സമൂഹം ബലവാനായിരിക്കണം. ബലവത്തായ സമൂഹം, ബലവാനായ വ്യക്തി. ഇവിടെ പ്രഭാഷണത്തിൽ പുല്ലിംഗം പറയുന്നത് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. സ്ത്രീലിംഗാക്കേണ്ടവർ അങ്ങനെ മാറ്റുക, നപുംസകാക്കേണ്ടവർ അങ്ങനെ മാറ്റുക. അവനവൻ എങ്ങനെ സ്വീകരിക്കേണ്ട അങ്ങനെ ലിംഗം മാറ്റി മനസ്സിലായിക്കൊള്ളുക. അല്ലാതെ സ്ത്രീ ഭാഷ അതൊന്നും വശമില്ല, പുരുഷ ഭാഷ അതൊന്നും വശമില്ല. എന്താണ് വായിൽ വരുന്നത് അത് പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പം വ്യക്തി ബലവാനായിരിക്കണം. സ്ത്രീ മനസ്സിലാക്കുമ്പോൾ ബലവതി ആയിക്കൊള്ളണം എന്ന് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. സമൂഹം ബലവത്തായിരിക്കണം. എപ്പോ ഏത് വിധത്തിലുള്ള സമ്പത്തോ ആകട്ടെ, അതിനെ പരിപാലിക്കാനുള്ള ബലം ഒരു സമൂഹത്തിന് ഇല്ലാതാകുന്നുവോ, ഒരു വ്യക്തിക്ക് ഇല്ലാതാകുന്നുവോ, അപ്പം അത് ക്ഷയിക്കും, നശിക്കും. ബലമില്ലാത്തവരുടെ അടുത്ത് വിദ്യ ഇരിക്കില്ല, ബലമില്ലാത്തവരുടെ അടുത്ത് ഒരു ധനവും ഇരിക്കില്ല, ലക്ഷ്മി ഇരിക്കില്ല. അതുകൊണ്ട് ലക്ഷ്മിയെയും സരസ്വതിയെയും പൂജിക്കുന്നതിന് മുമ്പ് നമ്മൾ ശക്തിയെ പൂജിക്കുന്നവരാണ്. മഹാശക്തിയെ, മഹാദേവിയെ പൂജിച്ച ശേഷമാണ് മഹാലക്ഷ്മിയെ പൂജിക്കുന്നത്, മഹാസരസ്വതിയെ പൂജിക്കുന്നത്.
ശക്തിയില്ലാത്ത ആളെടുത്ത് ലക്ഷ്മി വരില്ല, വന്നാൽ ഉരിക്കാനൊക്കില്ല. ശക്തിയില്ലാത്ത ആളെടുത്ത് സരസ്വതി നിലനിൽക്കില്ല. സരസ്വതി തന്നെ ശക്തിയാ, അത് വേറെ വിഷയം, അത് വേറെ പ്രകരണത്തിൽ ചിന്തിക്കേണ്ടതാ. ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യ, അജിതേന്ദ്രിയന്മാരെ പ്രാപിച്ചിട്ട്, ഇന്ദ്രിയ ജയമില്ലാത്തവരെ പ്രാപിച്ചിട്ട് നഷ്ടമായി പോയി ഈ ജ്ഞാന പാരമ്പര്യം. വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് പരമ്പരയാ പല അടിമത്തങ്ങളും സംഭവിച്ചു. അപ്പോൾ ഉത്തിഷ്ഠ എന്നുള്ള വാക്യത്തെ ഉൾക്കൊള്ളണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? ആദ്യം വേണ്ടത് ബലം, കരുത്ത്, എല്ലാ പ്രകാരത്തിലുമുള്ള കരുത്ത്. ആ കരുത്തിനെ ശാരീരികമെന്നും മാനസികമെന്നും ബൗദ്ധികമെന്നുമൊന്നും തരംതിരിക്കേണ്ട ആവശ്യമില്ല. സകല ഭാവങ്ങളിലുമുള്ള കരുത്ത്. അതെ, കരുത്തുണ്ടാവണമെങ്കിൽ, കരുത്ത് നിലനിൽക്കണമെങ്കിൽ ഇന്ദ്രിയ ജയം. ഇന്ദ്രിയങ്ങളെ ഹിംസിക്കാൻ പറഞ്ഞില്ല, ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറഞ്ഞു. നമ്മുടെ സ്വാധീനത്തിലാകണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കാനുള്ള സമ്പ്രദായം, ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കാൻ കഴിയണം നമുക്ക്. വാസ്തവത്തിൽ ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കിക്കൊണ്ട് മാത്രമേ വിദ്യാഭ്യാസ പ്രക്രിയ നടക്കൂ. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിവസിച്ചുകൊണ്ട് പഠിക്കാൻ പറഞ്ഞത്. വിദ്യാഭ്യാസ കാലഘട്ടത്തെ ഋഷിമാർ വിളിച്ചത് ബ്രഹ്മചര്യമെന്നാണ്. എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്, ഒന്നിനെയും നമുക്ക് അടർത്തി മാറ്റാൻ കഴിയില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തെ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യത്തിൻ്റെ മുഖ്യാർത്ഥങ്ങളിലൊന്ന് സമ്പൂർണമായ ഇന്ദ്രിയ സംയമം എന്നാകുമ്പോൾ ചിന്തിക്കുക, അപ്പോഴേ വിദ്യ ആർജിക്കാൻ കഴിയൂ, അപ്പോഴേ വിദ്യയെ നിലനിർത്താൻ കഴിയൂ. ശരി, അപ്പോൾ ബലവും ഇന്ദ്രിയജയവും നേടിയാലേ നമുക്കിതിനെ നിലനിർത്തി സ്വയം ഉയരാനും ഉയർത്താനും സാധിക്കൂ. ഉയരേണ്ടവരും ഉയർത്തേണ്ടവരുമാണ് നമ്മൾ, സംശയമില്ല, യാതൊരു സംശയവുമില്ല. ഈ ലോകത്തിലേക്ക് ഇന്ന് നോക്കുന്ന സമയത്ത് വ്യക്തമായി വിലക്ഷണങ്ങളായ രണ്ട് ചിത്രങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. വ്യക്തമായി വിലക്ഷണങ്ങളായ രണ്ട് ചിത്രങ്ങളെ ഇന്ന് ലോകത്തിലേക്ക് നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചിത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് നിരീക്ഷിക്കണം. രണ്ട്, ആ നിരീക്ഷണം ആളുടെ എണ്ണത്തെ നിരീക്ഷിച്ചു കൊണ്ടാവരുത്. സമൂഹത്തെ മുന്നോട്ട് നയിച്ചത് എപ്പോഴായാലും, ഏത് രാജ്യത്തിലായാലും, ഏത് സമൂഹത്തിലായാലും സമൂഹത്തെ മുന്നോട്ട് നയിച്ചത് ബഹുജന സമൂഹമല്ല, മറിച്ച് ചിന്താപരതയുള്ള, ക്രിയാത്മകതയുള്ള ന്യൂനപക്ഷമാണ്. വിദ്വാൻമാരാവട്ടെ, ഭരണാധികാരികളാവട്ടെ, പണ്ഡിതന്മാർ, തത്വചിന്തകന്മാരാവട്ടെ, ശാസ്ത്രജ്ഞന്മാരാവട്ടെ, ചിത്രകാരന്മാരാവട്ടെ, കവികളാവട്ടെ, അഭിജ്ഞ സമൂഹമെന്നോ സമ്പന്ന സമൂഹമെന്നോ, സമ്പത്തൊരിക്കലും ഇവിടെ പറയുന്നത് കൊണ്ട് ബാഹ്യധനം മാത്രം അർത്ഥമാക്കരുത്, അത് സമ്പത്തിൽ ഒന്ന് മാത്രമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ക്രിയാത്മക ന്യൂനപക്ഷം, ക്രിയേറ്റീവ് മൈനോറിറ്റി, അതാണ് മൊത്തം സമാജത്തെ മുന്നിലോട്ട് നയിച്ചിട്ടുള്ളത്. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി പറയുന്ന വിഷയത്തിലേക്ക് വരിക. ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിലക്ഷണമായ രണ്ട് ചിത്രങ്ങളെ കാണുന്നു വർത്തമാനകാലത്തിൽ. ഒന്ന്, ലോകം മുഴുവൻ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഭാരതീയ ശാസ്ത്രങ്ങളിലേക്ക് ഉറ്റുനോക്കുന്നു.
നിഷേധിക്കാൻ സാധ്യമല്ല ഇതിനെ. ലോകം മുഴുവൻ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു ദൃശ്യം. വെറുതെ നിങ്ങൾ എന്തോ പുലമ്പുന്നു, എന്തോ വിളിച്ചു പറയുന്നു. അല്ല, നിരീക്ഷിക്കുക, നല്ലപോലെ നിരീക്ഷിക്കുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ല, ഒരു 2 വർഷം മുമ്പ് വളരെ ശ്രദ്ധേയമായൊരു, അത്ര വലുതല്ലാത്തൊരു ആർട്ടിക്കിള് ദി ടൈംസിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അമേരിക്കയിൽ വളരെയധികം പ്രചാരത്തിലുള്ള മാഗസിൻ. വി ആർ ഓൾ ഹിന്ദുസ് എന്നുള്ളതായിരുന്നു അതിൻ്റെ ശീർഷകം. മതം നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മത ആചരണത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ആശയം അമേരിക്കൻ സമൂഹത്തിൽ വന്ന പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. ക്രിസ്ത്യൻ മതവിശ്വാസമനുസരിച്ച് ശവങ്ങളെ കുഴിച്ചിടണം, ഒരു കാരണവശാലും ദഹിപ്പിക്കരുത്. പക്ഷെ അമേരിക്കയിൽ ഭൂരിഭാഗം ജനങ്ങളും ശവം കത്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. എല്ലാ പ്രദേശങ്ങളിലും ക്രിമറ്റോറിയങ്ങൾ, വളരെ ശാസ്ത്രീയമായി നിർമ്മിച്ച ക്രിമറ്റോറിയങ്ങൾ. വലിയ ശതമാനം ജനങ്ങൾ നിത്യ അഗ്നിഹോത്രം ചെയ്യുന്നു. ഏത് ഗ്രാമത്തിലും പട്ടണത്തിലും പോയി കഴിഞ്ഞാലും യോഗ, വേദാന്ത, ആയുർവേദ കേന്ദ്രങ്ങൾ, പഠന കേന്ദ്രങ്ങൾ കണ്ടെത്താൻ കഴിയും. ഏത് പ്രദേശത്ത് പോയാലും. പട്ടണങ്ങളിൽ ധാരാളം എണ്ണം കൂടും, ഗ്രാമങ്ങളിലാവുമ്പോൾ എണ്ണം കുറയും, അത്രയേ ഉള്ളൂ. എല്ലായിടത്തും പരക്കെ യോഗ സെൻറ്റേഴ്സ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ യോഗ സ്റ്റുഡിയോസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഒരുപാട് യോഗ സ്റ്റുഡിയോകൾ, വേദാന്ത സ്റ്റഡി സെൻറ്റേഴ്സ്. ഇങ്ങനെ പല പല സമാജത്തിൽ നിന്നുള്ള മാനബിന്ദുക്കളെ അടർത്തിയെടുത്തിട്ടാണ് ആ ഹ്രസ്വമായ ലേഖനം എഴുതപ്പെട്ടത്. കാലം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഇതിൻ്റെ വിസ്തൃതമായൊരു ഗ്രന്ഥം നമുക്ക് ലഭിക്കുന്നത്. ഇതിനകം ലക്ഷക്കണക്കിന് പ്രതികൾ വിറ്റഴിഞ്ഞ, സമൂഹത്തിൽ അത്രയ്ക്കധികം പ്രചരിച്ചു കഴിഞ്ഞ ഫിലിപ്പ് ഗോൾഡ്ബർഗിൻ്റെ ദി അമേരിക്കൻ വേദ എന്നുള്ള പുസ്തകം. ഇപ്പം അത്ര പുതിയതൊന്നുമല്ല, കാരണം 2 വർഷമായി അത് പബ്ലിഷ് ചെയ്തിട്ട്. ദി അമേരിക്കൻ വേദ. പക്ഷേ ആ ഗ്രന്ഥം അമേരിക്കൻ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും സംഭവിക്കുന്ന, തുടരുന്ന ഒരു പ്രക്രിയയുടെ വേഗത്തെ, ആഴത്തെ, പരപ്പിനെ കാണിക്കുന്നതാണ്. 1800കളുടെ മധ്യത്തിൽ എമേഴ്സൻ്റെയും മറ്റും തത്വചിന്തകൾ യുവസമൂഹത്തെ കൂടുതലായി ആകർഷിക്കുകയും ഇതിനപ്പുറത്തേക്ക് എന്ത് എന്നുള്ളൊരാകാംക്ഷ യുവസമൂഹത്തിൽ ജനിപ്പിക്കുകയും ചെയ്ത് നിലനിന്ന സമയം. സമഗ്രമായ വൈദിക വീക്ഷണത്തെയും കൊണ്ട് വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിലേക്ക് എത്തിപ്പെട്ടു. ഇതിനപ്പുറത്ത് എന്തെന്ന് അന്വേഷിച്ചവർക്കൊരു ഉത്തരം പോലെ, ഒരു കൊടുങ്കാറ്റ് പോലെ വിവേകാനന്ദ സ്വാമികൾ പ്രവർത്തിച്ചു. ചെറിയൊരു സൂത്രം, പിന്നെ അതിൻ്റെ ഭാഷ്യം എന്ന ക്രമത്തിലായിരുന്നു അവിടുത്തെ പ്രവർത്തനം. ചെറിയൊരു സൂത്രം എന്ന് പറഞ്ഞത് 1893 സെപ്റ്റംബർ 11 ചെയ്ത ചെറിയ പ്രഭാഷണം, അതൊരു സൂത്രമാണ്.
ആ സൂത്രത്തിൻ്റെ ഭാഷ്യമാണ് സ്വാമിജിയുടെ പിന്നീട് 9 വർഷക്കാലമുണ്ടായ പ്രവർത്തനങ്ങൾ. വളരെ ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാവും. അതെ, അതിനെ തുടർന്ന് ഭാരതത്തിൽ നിന്ന് ഒട്ടനവധി വിദ്വാൻമാർ ഈ വൈദിക സന്ദേശത്തെ പ്രസരിപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ പ്രവർത്തിച്ചു. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ 2ാമത്തെ ഫേസ്. 3ാമത്തെ ഫേസ് തദ്ദേശീയരായ വിദ്വാൻമാർ, ഭാരതത്തിൽ പോകുന്നവരല്ല, അവിടെയുള്ള യോഗ വേദാന്ത ആചാര്യന്മാർ, ആയുർവേദ ചികിത്സകന്മാർ ഒക്കെ തന്നെ വ്യത്യസ്ത ആശ്രമങ്ങളും കേന്ദ്രങ്ങളുമൊക്കെയായി അമേരിക്കൻ സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന 3ാമത്തെ ഫേസ് പറഞ്ഞുകൊണ്ടാണ് ആ ഗ്രന്ഥം ഉപസംഹരിക്കപ്പെടുന്നത്. ഇവിടെ കൂടിയ സമൂഹത്തോട് പരമാവധി അതൊന്ന് വായിക്കണം എന്ന് പറയുന്നു. ഇതുപോലൊരു ഗ്രന്ഥം യൂറോപ്പിൽ എഴുതപ്പെട്ടിട്ടില്ല. എന്താ എഴുതപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്? എഴുതപ്പെടാത്തതിനെ കുറിച്ച് എന്തിനാ നമ്മൾ പറയുന്നത്? എഴുതാപ്പുറം വായിക്കരുതെന്നൊക്കെ പറയാറില്ലേ? എഴുതിയതിനെ കുറിച്ച് പറഞ്ഞാൽ പോരെ? അല്ല, ഇതുപോലൊന്ന് യൂറോപ്പിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അമേരിക്കയിലുള്ള പരിവർത്തനത്തെക്കാൾ വലിയ പരിവർത്തനമാണ് കാണാൻ കഴിയുന്നത്. ഇത് കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞൊരാശയം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മൊത്തം ജനസമൂഹത്തെ മാത്രം നിരീക്ഷിച്ച് ഇത് കേൾക്കരുത്. ചിന്തിക്കുന്ന, വിചാരശീലതയുള്ള, വിജ്ഞാനമുള്ള, സമൂഹത്തിൽ ചാലകശക്തിയായി തീരാൻ കഴിയുന്ന ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയപ്പെടുന്ന ജനവിഭാഗത്തെ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് കേൾക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, ഈ സ്വാമി എന്ത് വിഡ്ഢിത്താ പറയണത്, ഇയാളുടെ പ്രസംഗം കേട്ടാൽ തോന്നും അമേരിക്ക മുഴുവൻ അങ്ങ് ആധ്യാത്മികമായി പോയി എന്ന്, അല്ലെങ്കിൽ യൂറോപ്പ് മുഴുവൻ അങ്ങ് ആധ്യാത്മികമായി പോയി എന്ന് തോന്നും. എന്ത് അസത്യമാണ് പുലമ്പുന്നതെന്ന് തോന്നിയേക്കാം. അതിനാണ് ഈ ഒരു ധാരണയോടുകൂടി കേൾക്കണമെന്ന് പറയുന്നത്. ഇനി പറഞ്ഞതിന് മറ്റു തെളിവുകൾ വേണോ? യൂണിവേഴ്സിറ്റി തലങ്ങളിലേക്കുള്ള പഠനങ്ങളെ ശ്രദ്ധിക്കൂ, പുതിയ പുതിയ മാനേജ്മെൻറ്റ് പഠനങ്ങളെ ശ്രദ്ധിക്കൂ. ഏറ്റവും നവങ്ങളായ ഈ മേഖലകളിലുള്ള പഠനങ്ങളൊക്കെ തന്നെ ചാണക്യനെയും വാൽമീകീയ രാമായണത്തെയും ഭഗവത്ഗീതയെയും വിതുരരെയും മഹാഭാരതത്തെ ഒക്കെ തന്നെ ആലംബമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച കണ്ടില്ലെന്ന് നടിക്കരുത്. വേണ്ട സമയത്ത് കണ്ടില്ലെന്ന് നടിച്ച് പിന്നെ കുറേ കഴിഞ്ഞ് തിരുത്തൽ അവതരിപ്പിച്ച് പിന്നെ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ വലിയൊരു ഗ്യാപ്പ് നമുക്ക് സംഭവിക്കും. ആ ഗ്യാപ്പ് ഇല്ലാതിരിക്കാനാണ് പറയുന്നത്. കണ്ടില്ലെന്ന് നടിക്കരുത്. ശരി, വിഷയത്തിലേക്ക് മടങ്ങി വരാം. യൂറോപ്പിൽ ഇത്തരമൊന്നും എഴുതപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞു. എഴുതപ്പെട്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ പരിവർത്തനമാണ് അവിടെ സംഭവിക്കുന്നത്. വലിയ പരിവർത്തനമാണ്. ആരാധനയ്ക്ക് ആളുകളില്ലാതെ പള്ളികൾ, എന്നാൽ ടൂറിസ്റ്റുകൾ നിറച്ചു. അത്യത്ഭുതകരങ്ങളായ കൊത്തുപണികളും ചിത്രപ്പണികളുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾ പള്ളികളിൽ തിങ്ങി നിറയുന്നു. നല്ലോണം പണം ടിക്കറ്റ് കളക്ഷൻ വഴി ഉണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷേ ആരാധനയ്ക്ക് ആളില്ല. കേവലം വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് എല്ലാ കാലവും ജനങ്ങളെ തളച്ചിടാൻ കഴിയില്ല ആർക്കായാലും. കുറേ കാലമൊക്കെ സാധിച്ചേക്കാം. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി യുക്തിബോധമുള്ളവനാണ്. അവൻ ചോദ്യം ചെയ്യും. ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയണം. അവിടെ നീ വിശ്വസിക്കൂ, ഇല്ലെങ്കിൽ പാപിയാണ്, നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ എല്ലാ കാലമൊന്നും ആരെയും പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. എന്നാൽ പിന്നെ നരകത്ത് പോകാമെന്ന് വിചാരിക്കും. സംശയമൊന്നുമില്ല. കേവലം വിശ്വാസങ്ങളിൽ മാത്രം അധിഷ്ഠിതമായ വ്യവസ്ഥകളിൽ തകരാറുകൾ സംഭവിക്കുന്നു, വീഴ്ചകൾ സംഭവിക്കുന്നു. എങ്ങോട്ടാണ് അന്വേഷണം ഉയരുന്നത്?
ഒരു സമഗ്രമായ ജീവിത ദർശനത്തിന് വേണ്ടി ദാഹിക്കുന്ന സമൂഹം, പ്രത്യേകിച്ച് അതിനൊരു പശ്ചാത്തലമുണ്ട്. എന്നോട് പറയാം, ഒരു സമഗ്രമായ ജീവിത ദർശനത്തിന് വേണ്ടി ദാഹിക്കുന്ന സമൂഹം, അത് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അതിനൊരു പശ്ചാത്തലമുണ്ട്. എന്താണ് ആ പശ്ചാത്തലം? ലോകചരിത്രം മതങ്ങളൊഴുക്കിയ രക്തപ്പുഴകളെ കൊണ്ട് കലുഷിതമാണ്. ശാന്തിയാണ്, സമാധാനമാണെന്നൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞാലും മതങ്ങളൊഴുക്കി അത്ര രക്തപ്പുഴ വേറെ ഒരു കാരണം കൊണ്ട് ഒഴുകിയിട്ടില്ല എല്ലാ കാലവും. ഇതൊരു യാഥാർത്ഥ്യമായി ചിന്തിക്കുന്ന വിചാരശീലതയുള്ള മനുഷ്യന്റെ മുമ്പിൽ നിലകൊള്ളുന്നു. മറ്റൊരു കോണിൽ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെടുന്ന, അങ്ങേയറ്റം ക്ലേശിക്കുന്ന വ്യക്തിയായാലും സമൂഹമായാലും ഒരു രക്ഷാവാഗ്ദാനവുമായി ആര് വന്നു കഴിഞ്ഞാലും, പുതിയൊരു പ്രതിഭാസം വന്നു കഴിഞ്ഞാൽ, പുതിയൊരു ഒരു സംഘടന വന്നു കഴിഞ്ഞാൽ, പുതിയൊരു പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ, പുതിയൊരു ചിന്താപദ്ധതി വന്നു കഴിഞ്ഞാൽ അതിനെ കൂട്ടമായി സമാശ്ലേഷിക്കും. എങ്ങനെയെങ്കിലും ഇത് നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുമായിരിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി. ഇങ്ങനെ മതത്തിൻ്റെയും അധികാരത്തിൻ്റെയും കൂട്ടുകെട്ടുകൊണ്ട്, മതത്തിൻ്റെയും അധികാരത്തിൻ്റെയും കൂട്ടുകെട്ട് പിന്നിലോട്ട് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. റോമിൽ ക്രിസ്ത്യാനിറ്റിയും ഭരണാധികാരികളും കൈകോർത്ത് ഒന്നായത് മുതൽ ആരംഭിച്ചതാണ് ലോകത്തിൽ. മതത്തിൻ്റെയും അധികാരത്തിൻ്റെയും കൂട്ടുകെട്ടുകൾ, അതിൻ്റെ ശക്തിയാൽ അത്യന്തം പീഡിപ്പിക്കപ്പെടുന്ന സമൂഹം രക്ഷാമാർഗത്തിന് വേണ്ടി കൊതിച്ചു. അങ്ങനെ രക്ഷാമാർഗത്തിന് വേണ്ടി കൊതിച്ച സമൂഹത്തിന് മുമ്പിൽ ഒട്ടനവധി നവീന പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് വ്യാവസായിക വിപ്ലവത്തിനെ തുടർന്ന് ഉണ്ടായിത്തീർന്നു. നമ്മൾ കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന ആ പ്രസ്ഥാനങ്ങളും ചിന്താഗതികളുമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. കേവലം കമ്മ്യൂണിസം മാത്രമൊന്നുമല്ല, പല ഇസങ്ങളും വന്നു. നമുക്കറിയാം, ചരിത്രം പഠിക്കുന്ന നമുക്കറിയാം. അതൊന്നും ഇവിടെ ഇപ്പോൾ വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അത്തരം പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വാസമർപ്പിച്ച ജനസമൂഹം തന്നെ ക്രമികമായ അവ പറഞ്ഞ മോഹന വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ തകരുന്നത് കാണുന്നു, ക്ഷയിക്കുന്നത് കാണുന്നു. ബാലറ്റിലൂടെ അധികാരം നിലനിർത്തുന്നതോ ബുള്ളറ്റിലൂടെ അധികാരം സ്ഥാപിക്കുന്നതോ വേറെ വിഷയം. ജനസമൂഹത്തിൽ ഏത് മോഹന വാഗ്ദാനങ്ങളെ പ്രദാനം ചെയ്തുവോ അതിനെ നിർവഹിക്കാൻ കഴിയാതെ തകരുന്നത് കാണുന്നു. ഇനി എന്തെന്നൊരു ചോദ്യം ഉയരുന്നു. ഏതാണ് സമഗ്രമായൊരു ജീവിത വീക്ഷണം നാളെയിലേക്കുള്ള എന്നൊരു ചോദ്യം ഉയരുന്നു. അത് മറ്റൊരു മാനം. ഇനി മൂന്നാമതൊന്ന് പറയട്ടെ. താത്കാലികമായ കാര്യലാഭം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ പ്രകൃതിയുടെ സമസ്ത സമവായങ്ങളെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തി താത്കാലികമായ സമ്പത്ത് സമാർജിക്കാൻ വേണ്ടി ചൂഷണം എന്നൊരു മന്ത്രം മാത്രമാക്കി തീർത്ത സമൂഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളേറി ഈ വസുധ നാളേക്ക് നിലനിൽക്കുന്നത് പോലും സംശയകരമായ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് സമഗ്രമായൊരു ജീവിത വീക്ഷണം? ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കാൻ, ഉയർത്താൻ കഴിയുന്ന ഒരു ദർശനം എന്താണെന്നൊരു അന്വേഷണം. നോക്കൂ, ഈ മൂന്ന് വ്യത്യസ്തങ്ങളായ കേന്ദ്രങ്ങളെ മനസ്സിൽ കാണുക. ഒന്ന്, മതങ്ങളുടെ യുക്തിരാഹിത്യം, അവ ഉണ്ടാക്കി തീർക്കുന്ന പ്രശ്നങ്ങളുടെ ആധിക്യം. രണ്ട്, മോഹന വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് പ്രവേശിച്ച പല ഇസങ്ങളും തകർന്നു പോകുന്നത്. ഇന്നത്തെ സമൂഹത്തിന് മുമ്പിൽ
അതിഭീഷണമായ ഭാവത്തെ ഉയർത്തിക്കൊണ്ട് ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതിൻ്റെ വിസ്തരണമായിട്ട് ഒരുപാട് മേഖലകൾ നമുക്ക് പറയാം. അവിടെ നിൽക്കട്ടെ, അധികം വിസ്തരിച്ചാൽ ശരിയാവില്ല. ഈ വക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സമൂഹം ഉറ്റുനോക്കുന്നത് എങ്ങോട്ടാണ്? യാതൊരു സംശയവുമില്ല, കാണാൻ കഴിയുന്നു ഭാരതീയ ശാസ്ത്രങ്ങളിലേക്കാണ്. അത് നൽകിയ സമഗ്ര ജീവിത ദർശനത്തിലേക്കാണ്. അതിൻ്റെ പരിണാമമാണ് ഈ പറഞ്ഞ മാറ്റങ്ങൾ. നേരത്തെ സൂചിപ്പിച്ച അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതുപോലുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ പരിവർത്തനമാണ് യൂറോപ്പിൽ കാണാൻ കഴിയുന്നത്. നോക്കൂ, കഴിഞ്ഞ വർഷം നമ്മളെല്ലാം അറിഞ്ഞു റഷ്യയിൽ ഒരു പ്രവിശ്യയിലുള്ള ഒരു മജിസ്ട്രേറ്റ് കോടതിയുടെ, അതിന് തുല്യമായൊരു കോടതിയുടെ മുമ്പിൽ ഭഗവത്ഗീത നിരോധിക്കപ്പെടണം എന്നുള്ള ആവശ്യം വന്നത്, ഒരിടക്കാല നിരോധന ആജ്ഞ വന്നത്. അന്ന് നമ്മൾ കണ്ടു നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ മുഴുവൻ ഒരു ശബ്ദത്തിൽ സംസാരിച്ചത്. അല്ലെങ്കിൽ സാധാരണ അവർ ശമ്പളം കൂട്ടണം, ബത്ത കൂട്ടണം, അല്ലെങ്കിൽ സിറ്റിംഗ് ഫീസ് കൂട്ടണം എന്നുള്ള വിഷയത്തിൽ മാത്രമേ ഒരു ശബ്ദത്തിൽ സംസാരിക്കാറുള്ളൂ. എന്ത് നല്ലത് ഭരണപക്ഷം പറഞ്ഞാലും പ്രതിപക്ഷം എതിർക്കും, എന്ത് നല്ലത് പ്രതിപക്ഷം പറഞ്ഞാലും ഭരണപക്ഷം എതിർക്കും. അതാണ് അതിൻ്റെ രീതി. പക്ഷേ നമ്മുടെ പാർലമെൻറ്റേറിയൻസ് മുഴുവൻ ഒറ്റ ശബ്ദത്തിൽ സംസാരിച്ചതെന്നായിരുന്നു. ലാലു പ്രസാദ് യാദവാണ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവന്നത്. എല്ലാവരും പിന്തുണച്ചു. ഗീതയ്ക്കെതിരായിട്ടുള്ള നീക്കത്തിന് ഏകസ്വരത്തിൽ നമ്മുടെ പാർലമെൻറ്റ് അപലപിച്ചു. ഏതായാലും അവിടെ ഗീതയെ വിലക്കുകയൊന്നും ചെയ്തില്ല. ആ ഇൻ്ററിം വിധി നീങ്ങി. ധാരാളം ഗീതാ പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അതുകൊണ്ട് ഫലത്തിൽ അത്തരമൊരു പ്രശ്നം ഗുണത്തെ ചെയ്തു. എന്തായിരുന്നു കാരണം? എന്താണ് അകസ്മാതൊരു ഗീതാ നിരോധന വിഷയമൊക്കെ വന്നത്? മറ്റൊന്നല്ല, USSR നിലനിൽക്കുന്ന സമയത്ത് അവിടെ ആരാധന നിഷേധിക്കപ്പെട്ടതായിരുന്നു. ജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ പള്ളികളെല്ലാം തന്നെ സീല് വയ്ക്കപ്പെട്ടവയായിരുന്നു. വളരെ ഹൃദ്യമായ ഒരു, ഹൃദ്യം എന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായ അർത്ഥം മനസ്സിലാക്കണേ, ഹൃദയത്തിൽ തട്ടുന്ന എന്നർത്ഥമാണ്. ഹൃദ്യമായൊരു സന്ദർഭം USSR ഗവൺമെൻറ്റിൻ്റെ മോസ്കോ യൂണിവേഴ്സിറ്റിയുടെ, റഷ്യയല്ല USSR ഉള്ള കാലഘട്ടത്തിൽ ക്ഷണമനുസരിച്ച് പരംപൂജനീയ രംഗനാഥാനന്ദ സ്വാമികൾ മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കാൻ പോയ സമയത്ത് വിശ്വവിശ്രുതമായൊരു പ്രഭാഷണമാണ് സ്വാമിജി ആ സന്ദർഭത്തിൽ ചെയ്തത്. സ്വാമി വിവേകാനന്ദ, ഹിസ് ഹ്യൂമാനിസം. വായിക്കണം എല്ലാവരും. ആ സന്ദർഭത്തിൽ USSR ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി സ്വാമിജി സഞ്ചരിച്ചു പല പ്രദേശങ്ങളിലൂടെ. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്തൊരു പ്രാചീനമായ ക്രിസ്ത്യൻ പള്ളി പൂട്ടി ബാർ ചെയ്യപ്പെട്ട് അതിൻ്റെ കുറേ ദൂരെ കുറേ പ്രായമുള്ളൊരമ്മ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടു. സ്വാമിജിക്കത് ഹൃദയത്തിൽ സ്പർശിച്ചു. ആ അമ്മയുടെ അടുത്തേക്ക് സ്വാമിജി പോയി. ഭാരതത്തിൽ നിന്ന് വന്ന ഒരു ആധ്യാത്മിക ആചാര്യനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത്യന്തം ആദരവോടുകൂടി കണ്ണിൽ അല്പമായി പൊടിയുന്ന കണ്ണുനീരോടുകൂടി അമ്മ ചോദിച്ചു, ഞങ്ങൾക്ക് എപ്പോഴിത് തുറന്ന് ലഭിക്കും? സ്വാമിജി മറുപടി പറഞ്ഞു, ഏറെ താമസിയാതെ. അന്ന് ഗോർബച്ചേവിൻ്റെ പരിവർത്തന സിദ്ധാന്തങ്ങളോ പെരിസ്ട്രോയിക്കൊന്നും വന്നിരുന്നില്ല. അന്ന് USSRൻ്റെ തകർച്ചയുടെ സൂചന പോലും, ഉള്ളിൽ ശീതസമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും
ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് തകരും ആരും മനസ്സിലാക്കിയിരുന്നില്ല. സ്വാമിജി പറഞ്ഞു ഏറെ താമസമില്ല. പിന്നീട് നമ്മൾ കണ്ടു USSR തകർന്നു, ഒരുപാട് രാജ്യങ്ങളായി പിരിഞ്ഞു, പലയിടത്തും മതത്തിൻ്റെ പേരിലുള്ള കൂട്ടക്കൊലകൾ നടന്നു. എന്തിനു നൂറ്റിച്ചില്ലാൻ പിഞ്ചു കുഞ്ഞുങ്ങളെ സ്കൂൾ കെട്ടിടത്തിൽ വെച്ച് കൊന്ന ചരിത്രമൊന്നും മറക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളെ ബുദ്ധിജീവികളൊന്നും വലുതായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. കാരണം അവർ പ്രതികരിക്കുന്നത് കൊന്നതാര്, കൊല്ലപ്പെട്ടതാരെന്നൊക്കെ നോക്കിയിട്ടാണ്, അല്ലാണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് കൊണ്ടല്ല. ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുള്ള വിഷയത്തിലേക്ക് വരാം. ഈ സന്ദർഭത്തിൽ റഷ്യയിലും മറ്റു പല പ്രദേശങ്ങളിലും ആരാധനാ സ്വാതന്ത്ര്യം, റിലിജിയൻ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ടായി. എല്ലാവരും പ്രചരിപ്പിക്കാൻ തുടങ്ങി. കാരണം നല്ല വളക്കൂറുള്ള ഭൂമിയാണ്. കുറേ കാലമായി നിഷേധിക്കപ്പെട്ടൊരിടത്ത് പെട്ടെന്ന് അങ്ങോട്ട് മതപ്രചരണത്തിനുള്ള അവസരം വരുമ്പോൾ അത് വലിയ വളക്കൂറുള്ള സ്ഥലമാണ്. സ്വാഭാവികമായി യൂറോപ്പിൽ മേൽക്കോയ്മയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിനാണ് പ്രചരണത്തിൽ 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം മുസ്ലിം സമൂഹത്തിനാണ്. അതുപോലെ ഹിന്ദു വിഭാഗങ്ങളും കടന്നു ചെന്നു. ശൈവന്മാർ ചെന്നു, വൈഷ്ണവന്മാർ ചെന്നു, പല വിഭാഗക്കാരും ചെന്നു. ശൈവം, വൈഷ്ണവം തുടങ്ങിയവ സൂക്ഷ്മ വിചാരത്തിൽ വേദം നൽകുന്ന ഏകവും അദ്വിതീയവുമായ കാഴ്ചപ്പാടിനെ സ്വീകരിച്ചില്ലെങ്കിൽ പോലും, ശ്രദ്ധിക്കണേ വാക്ക്, കേവലം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള മതചിന്തയിൽ നിന്ന് കുറേ ഉയർന്നതാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ദീർഘകാലം കമ്മ്യൂണിസത്തിൻ്റെ ഒരു രീതിയിൽ ഒരു മാനസിക ഘടന വളർത്തിയെടുക്കപ്പെട്ട സമൂഹത്തെ സംബന്ധിച്ച് കേവലം വിശ്വാസം മാത്രമൊന്നും പോരാ. അതിനപ്പുറത്തേക്ക് യുക്തിപൂർവ്വം ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇതര മതഗ്രന്ഥങ്ങൾ നൽകുന്നതിനേക്കാൾ തൃപ്തികരമായ ഉത്തരം ഗീത നൽകുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ കൂട്ടമായി ഇതിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരായി. ഇത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കേണ്ടവരെ ഞെട്ടിച്ചു. കേസായി ഇതിനെതിരായിട്ട്. ഇപ്പൊ സൂചിപ്പിക്കുന്നത് ലോകം, വിചാരശീലതയുള്ള ലോകം എങ്ങോട്ടാണ് അന്വേഷിക്കുന്നത്? ഭാരതീയ ആചാര്യന്മാരുടെ വാക്കുകൾ കേൾക്കാൻ, ശാസ്ത്രങ്ങളെ പഠിക്കാൻ എല്ലാ മേഖലയിൽ നിന്നും മുന്നോട്ട് വരുന്ന കാഴ്ച നാം കാണുന്നു. ലോകം മുഴുവൻ പ്രതീക്ഷയോടെ ജഗദ്ഗുരു പദവിയിലേക്ക് ഭാരതത്തെ പുനരവരോധിക്കുന്നതിന് സന്നദ്ധമായിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ഇങ്ങോട്ട് നോക്കുക, ഇവിടുത്തെ അവസ്ഥയെ. അതാണ് വിലക്ഷണമായ 2 ചിത്രങ്ങൾ കാണാമെന്ന് പറഞ്ഞത്. ഏറെ സന്തോഷപ്രദമായ 1-ാം ചിത്രം കണ്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ, ഭാരതത്തിലേക്ക് നോക്കുമ്പോൾ വളരെ വിലക്ഷണമായ കാഴ്ചയാണ്. ഭാരതം എന്ന വ്യക്തിത്വത്തെ അറിയിക്കാൻ ശ്രമിക്കാതെ, അറിയരുതെന്നെന്തൊരു വാശിയുള്ളത് പോലെയുള്ള പ്രവർത്തനങ്ങൾ, അത് ഭരണപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നായാലും ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്നായാലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നായാലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഒരുപോലെ നമ്മൾ കാണുന്നു. എന്തിന്? ശ്രേഷ്ഠമായതെല്ലാം പുറമേ നിന്ന് വന്നതാണെന്നും ഇവിടെയുള്ള സകലവും തന്നെ നിന്ദ്യവും ഹീനവുമാണെന്നുമുള്ള മനോഭാവം നമ്മുടെ മക്കളുടെ ഉള്ളിൽ വളർത്തിയെടുക്കുന്ന തരം പാഠക്രമങ്ങളാണ് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നത്. സംശയമുള്ളവർ ഈ പറയുന്ന അസത്യമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ UP തലത്തിലെ കുട്ടികളുടെ 8-ാം ക്ലാസ്സിലെ 9-ാം ക്ലാസ്സിലെ ഹൈസ്കൂൾ തലത്തിലെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളൊന്ന് പരിശോധിക്കുക.
എവിടെ ഭാരതീയമായതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെയൊക്കെ ജാതീയത, ഉച്ച നീചത്വങ്ങൾ, ചൂഷണങ്ങൾ, തൊട്ടുകൂടായ്മ, ഇത്ര ദൂരം നിൽക്കേണ്ടത്, ശരി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നാരും പറയുന്നില്ല. പക്ഷെ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? ഇനി അതിവിടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ലോകത്തിൽ ഏതൊക്കെ രാജ്യത്ത് എങ്ങനെയൊക്കെ തൊലിയുടെ കളറിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്നു? എന്തൊക്കെ ഹീനത ഇന്നലെ ഉണ്ടായിരുന്നു? പക്ഷെ ഭാരതീയമായ സകലത്തിനെയും ഹീനമായി പറയുന്ന, ധരിപ്പിക്കുന്ന, ശ്രേഷ്ഠമായതെല്ലാം പുറമേ നിന്ന് വന്നതാണെന്ന് ധരിപ്പിക്കുന്ന തരം പാഠഭാഗങ്ങളാണ് ഇന്ന് പുസ്തകങ്ങളിലുള്ളത്. പിന്നെ എവിടെ പൗരസൃഷ്ടി നടക്കും? ഇത് അസത്യമോ ന്യൂനോക്തിയോ അതിശയോക്തിയോ പറയുന്നതല്ല, ആർക്കും പരിശോധിക്കാവുന്നത് മാത്രമാണ്. ചിന്തിക്കുക. ഏതെങ്കിലും ആചാര്യന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ളിലൊരു വിരുദ്ധാർത്ഥം വെച്ചും കൊണ്ടായിരിക്കും പറയുക. അങ്ങനെയായി തീർന്നു. സത്യം സത്യമായിട്ട് പറഞ്ഞുകൂടാ. നമ്മളിപ്പോൾ ഈ ഒത്തുചേർന്നിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളിവിടെ അടുത്ത് കോഴിക്കോട് സർവകലാശാല, ഈ കോഴിക്കോട് സർവകലാശാലയിൽ BA ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനിൽ പഠിക്കുന്നവർക്ക് സ്വീകരിക്കാൻ വേണ്ടിയുള്ള നോട്ട്സ് തയ്യാറാക്കാൻ പല വിദ്വാൻമാരെ ചുമതലപ്പെടുത്തി. അങ്ങനെ ചുമതലപ്പെടുത്തപ്പെട്ടവരിൽ പ്രൊഫസർ ഡോക്ടർ പ്രിയദർശൻ ലാലും ഉണ്ടായിരുന്നു. അദ്ദേഹം ടിപ്പുവിൻ്റെ പടയോട്ടവും അതിൻ്റെ സ്വാധീനവും, ആ സ്വാധീനം തീർത്തും സമൂഹത്തിൻ്റെ സകല സമവായങ്ങളെയും ഇല്ലാതാക്കും വിധം ഒരു മതത്തിൻ്റെ, ഇസ്ലാമിക വൃത്തിയുടെ വളരെയധികം ധ്വംസനങ്ങളെ, ക്ഷേത്രധ്വംസനങ്ങളെയും മറ്റും ചെയ്തുകൊണ്ടുള്ളൊരു അന്തരീക്ഷത്തെ ഇവിടെ ഉണ്ടാക്കി തീർത്തു. ടിപ്പുവിൻ്റെ പടയോട്ടത്തിൻ്റെ ചിത്രം പ്രാചീനങ്ങളായ ലോഗൻ്റെ മാനുവൽ തുടങ്ങിയവയെ ആധാരമാക്കിക്കൊണ്ട് എഴുതി. ഒറ്റക്കെട്ടായി ഒന്നുമല്ലോ അതിനെതിരായിട്ട്. ഇത് തെറ്റാണ്. ടിപ്പു മതേതരവാദിയായിരുന്നു, ടിപ്പു സർവമത സ്നേഹിയായിരുന്നു എന്ന് പഠിപ്പിക്കണം. ചരിത്രകാരന്മാർ മുന്നോട്ട് വന്നു. ലോകൻ്റെ മാനുവൽ മാത്രമൊന്നുമല്ല, അതിനുശേഷം ഈ അടുത്ത കാലത്ത് എഴുതപ്പെട്ടിട്ടുണ്ട് പലതും, അത് സ്വീകരിക്കണം നിങ്ങൾ. പ്രൊഫസർ പ്രിയദർശൻ ലാൽ കുലുങ്ങിയില്ല, യൂണിവേഴ്സിറ്റി അത് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചു. സന്തോഷം. പഠിക്കരുത് സത്യം. നോക്കൂ, ടിപ്പുവിൻ്റെ പടയോട്ടം ക്ഷേത്രങ്ങൾ ധ്വംസിക്കുന്നതിനുള്ള പ്രേരണയെ ചെയ്തുകൊണ്ടായിരുന്നുവെന്നും അതിൻ്റെ പരിണാമമായി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ്, നമുക്കറിയുന്നതാണ്. അത് അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് അത് ഇസ്ലാമിനെ ദോഷമായി പറയുന്നില്ല, ക്രിസ്ത്യാനിയെ ദോഷമായി പറയുന്നില്ല, ഹിന്ദുവിനെ ദോഷമായി പറയുന്നില്ല. അഥവാ അങ്ങനെ പറയുന്നതിലൂടെ അത് മതത്തെ ദോഷമാക്കി പറയുന്നു എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ടിപ്പുവിൻ്റെ വ്യക്തിത്വത്തെ ഏറ്റെടുക്കുന്നവരവർ. ചിന്തിക്കുക. മുമ്പ് ചരിത്രം രചിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ശ്രീധരമേനോനോട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നായനാർ EMSനോട് ചർച്ച ചെയ്ത് EMSൻ്റെ അംഗീകാരത്തോടു കൂടി ചരിത്ര പുസ്തകം എഴുതാൻ പറഞ്ഞ നാടാണ് കേരളം, മറക്കരുത്. ശ്രീധരമേനോൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ചരിത്രം എഴുതാൻ വേറൊരാളോട് ചോദിച്ച് എഴുതേണ്ട ആവശ്യം ഇല്ല, എന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലാക്കില്ലെന്നല്ലേ ഉള്ളൂ, വേണ്ട. പക്ഷെ അദ്ദേഹം എഴുതിയ ചരിത്ര പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളത്തിൽ തന്നെ. ശ്രീധരമേനോൻ എഴുതിയ അതേ ചരിത്ര പുസ്തകം മലയാളത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. DCB ആണോ പൂർണ്ണയാണോ, ആരാ പ്രസിദ്ധീകരിച്ചതെന്നറിയില്ല, ഏതായാലും ഉണ്ട്, മലയാളത്തിലുണ്ട്. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പം
അപ്പോൾ പുറമേ നിന്ന് പ്രതീക്ഷയോടെ ഇങ്ങോട്ട് ഉറ്റുനോക്കുന്ന സമയത്ത് ഇവിടെ ഒരു തരം അന്ധകാരത്തെ വ്യാപിപ്പിക്കുന്ന, എന്തോ ഒരു വിധേയത്വത്തിന് കീഴിലായി പോകുന്ന, സ്വന്തം സ്വത്വത്തെ തിരിച്ചറിയരുത്, അറിയിക്കരുതെന്നൊരു ദൃഢപ്രതിജ്ഞാബദ്ധമായ ഭാവം ഇവിടെ അധികാരികളും മറ്റും അനുവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു. ഇനി സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ, വേദത്തിൻ്റെ വെളിച്ചമല്ല നമുക്ക് വേണ്ടത്. പിന്നെ ഇടക്കാലത്ത് വന്നു ചേർന്ന വേദവിരുദ്ധങ്ങളായ അന്ധകാരമാണ് നമുക്ക് വേണ്ടത് എന്നായി പോകുന്നു. കാരണം ഇന്നും വൈദിക ധർമ്മികൾ, സനാതന ധർമ്മികൾ എന്നൊക്കെ പറയുകയും അഭിമാനിക്കുകയും ചെയ്യുന്നവരും നായരും നമ്പൂതിരിയും ഈഴവനും ചെറുമനും പുലയനും പട്ടേരിയും അതും ഇതുമായിട്ട് കലഹിച്ചുകൊണ്ട് തന്നെയായിരിക്കണം. ഇവിടെ സവർണനെന്നും അവർണനെന്നും ഭേദപ്പെടുത്തി തന്നെയായിരിക്കുന്നത്. അതെ, അതിൽ തന്നെ ഗ്രേഡുകളാ. നമ്മൾ തമാശയ്ക്ക് ഓരോരുത്തരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര ക്യാരറ്റ് വരും? ക്യാരറ്റ് വ്യത്യാസങ്ങളാ. തമാശയല്ല. സംഗച്ഛധ്വം സംവദധ്വം, നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. ഇതാണ് വേദത്തിന്റെ അനുശാസനം. വേദം തുടക്കത്തിൽ പറഞ്ഞതല്ല. 1552 മന്ത്രങ്ങളുള്ള സംഹിതയിൽ, ഋഗ്വേദ സംഹിതയിൽ ഒടുവിലത്തെ സൂക്തത്തിലായി ഈ മന്ത്രം പറഞ്ഞത്. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. നമ്മളോ? ചിന്തിക്കുക. ഭിന്നിച്ച് ഭിന്നിപ്പിക്കപ്പെട്ട് ഒരു സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് എന്തൊക്കെ വേണം നമ്മുടെ ആചാര്യന്മാർ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ വിസ്മരിച്ചു, കാറ്റിൽ തള്ളി. എന്തൊക്കെയാണ് സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടത്? ആചാര്യന്മാർ പ്രധാനമായി ഉപദേശിച്ചു തന്നത് എന്തൊക്കെയാണ്? നമുക്ക് തുടർന്ന് കൃത്യസമയത്തിന് ഒത്തുകൂടി ചിന്തിക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞു, സംശയ നിവാരണത്തിനും പ്രഭാഷണത്തിനും തുല്യ സമയം വേണമെന്നുള്ളത്. ഇപ്പോൾ ഇനിയിപ്പോൾ അത് എന്താ ചെയ്യാന്നറിയില്ല. ഇവിടെ ഒരുപാട് കടലാസ് കാണുന്നുണ്ട്. വളരെ സന്തോഷം. കാരണം ചോദിക്കണം, യുക്തിപൂർവ്വം ചോദിക്കണം. ചിന്തിക്കുന്നവർക്ക്, വിചാരിക്കുന്നവർക്കേ സംശയം ഉണ്ടാവുള്ളൂ. നല്ലതാണ്. പക്ഷേ സമയത്തിൻ്റെ പരിധി ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയ്ക്കൊക്കെ അങ്ങോട്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ തീരുക? പിന്നെ തരംതിരിച്ച് പ്രാധാന്യമുള്ളത് മാത്രം വെക്കുക സ്വാമി, അത് നമുക്ക് പറ്റില്ല. ക്രമമേ നമുക്ക് ദീക്ഷിക്കാൻ പറ്റൂ. കാരണം ഒരാളുടെ ദൃഷ്ടിയിൽ പ്രാധാന്യമില്ലാത്തത് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ചോദിച്ചാളുടെ ദൃഷ്ടിയിൽ പ്രാധാന്യമുള്ളതായിരിക്കും. അതുകൊണ്ട് ക്രമമാണ്, ഇവിടെ വരുന്ന ക്രമമാണ് നമ്മൾ സ്വീകരിക്കുക. ഈ ലോകം കാലത്തിൽ സഞ്ചരിക്കുകയാണോ അതോ കാലം ലോകത്തിലാണോ സഞ്ചരിക്കുന്നത്? ഇത് രണ്ടും ആപേക്ഷികമാണ്. ലോകം എന്നുള്ളത് കൊണ്ട് കാണപ്പെടുന്നത്, ലോക്യത്തെ ദൃശ്യത്തെ ഇത് ലോകം, കാണപ്പെടുന്നത്, രൂപവത്തായത്. അപ്പം രൂപവത്തായത് ലോകം എന്നുള്ളതിനെ നമുക്കൊന്ന് ഒരു സുഖമുള്ള ഒരു ശബ്ദത്തിലേക്ക് മാറ്റി പറയാം. ദേശം, കാലം ആപേക്ഷികമാണ്. അതുകൊണ്ട് തന്നെ ദേശം കാലത്തിലോ കാലം ദേശത്തിലോ അല്ല. പിന്നെയോ ഇവ രണ്ടും എന്തിലെന്ന് ചിന്തിക്കുക. അതാണ് സത്യാന്വേഷകന്മാർ വേണ്ടത്. ദേശം കാലത്തിലല്ല, കാലമൊട്ട് ദേശത്തിലുമല്ല. പക്ഷെ ഇവ രണ്ടും ഒന്നിച്ച് വർത്തിക്കുന്ന രണ്ട് ഭാവങ്ങളാണ്. ദേശമുണ്ടെങ്കിൽ കാലമുണ്ട്, കാലമുണ്ടെങ്കിൽ ദേശമുണ്ട്. എന്നാൽ ഈ കാലദേശങ്ങൾ രണ്ടും എന്തിൽ വർത്തിക്കുന്നു എന്ന് അന്വേഷിക്കുക. അത്രയേ ഉള്ളൂ. നാം ഒന്ന് പറഞ്ഞു തരുമോ? പറയാൻ കഴിയില്ല, പറയാൻ പറ്റാത്തത് അതേ ഉള്ളൂ. ബാക്കി എന്ത് അസത്യം വേണമെങ്കിൽ നമുക്ക് പറയാം.
ദേശകാലാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം. സ്പഷ്ടമല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് ചിന്തിക്കുക, അതിനെ വിചാരിക്കൂ എന്നുള്ളതാണ് ഉപനിഷത്ത് നമുക്ക് നൽകുന്ന സന്ദേശം. അതിനന്വേഷിച്ചോളൂ. അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ മനസ്സിലാവും ഇവയെല്ലാം ആപേക്ഷികമാണ്. ദേശവും കാലവും ഒക്കെ. കാലം തീർത്തും ആപേക്ഷികം, ദേശം തീർത്തും ആപേക്ഷികം. ഇപ്പോൾ നമുക്കുള്ളൊരു കാലസങ്കല്പമുണ്ട്, ജാഗ്രത്തിലെ കാലസങ്കല്പം. അത് വെച്ചിട്ടാണ് ഇവിടെ അങ്ങനെ നോക്കി 1 മണിക്കൂർ കഴിഞ്ഞല്ലോ, അപ്പോൾ ഉടനെ വേഗം വിഷയം മാറ്റി സംശയ നിവാരണത്തിലേക്കാക്കി. കാരണം കാലബദ്ധമായൊരു വ്യവഹാരമാണിവിടെ, ദേശബദ്ധമായ വ്യവഹാരമാണിവിടെ. അതെ, പക്ഷെ ജാഗ്രത്തിലെ ദേശകാലബദ്ധത അത് നമുക്ക് തന്നെ ഈ അവസ്ഥയിൽ നിന്ന് മാറുമ്പോഴത്തേക്ക് ഇല്ല. സ്വപ്നത്തിൽ കാലമുണ്ട്, ദേശവുമുണ്ട്, പക്ഷെ ജാഗ്രത്തിലെ ദേശകാലങ്ങളല്ല. കുറച്ച് ദേഹത്തിന് നല്ലൊരു സുഖമില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏറ്റ പരിപാടിക്ക് എന്തായാലും പോകണമെന്ന് നിശ്ചയിച്ചു. പോയി. കൊല്ലത്താണ്. 2-3 പ്രാവശ്യം ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. ക്ഷീണമുണ്ടായി. അപ്പോൾ രാവിലെ അവിടുന്ന് കോഴിക്കോട് രാവിലെ 4 മണിക്ക് മുമ്പ് എത്തുന്ന ട്രെയിനിൽ എത്തും. അതിന് കണക്കാക്കിയിട്ടൊക്കെ ആശ്രമത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആൾ വരാനൊക്കെ ഏർപ്പാട് ചെയ്തു. നമ്മൾ കൊല്ലത്തുനിന്ന് ട്രെയിനിൽ കയറി കിടന്നേ ഉള്ളൂ. ഒരു 1/2 മിനിറ്റായി കാണും. അതിൽ കൂടുതലില്ല. ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല, എൻ്റെ അനുഭവമാണ് പറയുന്നത്. 1/2 മിനിറ്റായി കാണും. ശബ്ദം കേട്ട് ഉണർന്ന് നോക്കുമ്പോൾ എലത്തൂർ പാലങ്ങനെ കയറുക വണ്ടി. എടാ 1/2 മിനിറ്റ് കൊണ്ടോ ഞാൻ എവിടെ എത്തിയേ? ഉടനെ കോഴിക്കോട് കാത്തു നിൽക്കുന്ന ആൾ അയാളുടെ വിളിച്ചു പറഞ്ഞു, പുണ്യേട്ടാ നീ കൊയിലാണ്ടിക്ക് വാ, ഞാൻ ഇനിയിപ്പോൾ കോഴിക്കോട് കഴിഞ്ഞു. 1/2 മിനിറ്റായിട്ടേ ഉള്ളൂ. അല്ലെന്ന് നിങ്ങൾ പറയരുത്, എൻ്റെ അനുഭവമാണ്. പക്ഷേ 7.5 മണിക്കൂർ 8 മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ട് ജാഗ്രത ലോകത്തിൽ. ഏതാ ശരി? ഏതാ ശരിയായ സമയം? ജാഗ്രത്തിൽ ജീവിക്കുന്നവർക്ക് ജാഗ്രത്തിലെ സമയമാണ് ശരിയായ സമയം. സ്വപ്നലോകത്തിലോ സ്വപ്നത്തിലെ സമയം. ശരി, ഇത് രണ്ടും കഴിഞ്ഞു. ഞാൻ സുഷുപ്തിയിലേക്ക് പോയി. സുഷുപ്തിയിൽ ദേശവും ഇല്ല, കാലവും ഇല്ല, രണ്ടുമില്ല. ഓ, എവിടെയായിരുന്നു അറിയില്ല, എത്ര സമയം കഴിഞ്ഞു എന്നും അറിയില്ല. പക്ഷെ ഒന്നറിയാട്ടോ, സുഖമായിരുന്നു. ഇത് ഹിന്ദുവിൻ്റെ സുഖം, ക്രിസ്ത്യാനിയുടെ സുഖം, മുസൽമാൻ്റെ സുഖം, അതൊന്നുമില്ല. ഇത് മനുഷ്യന് മുഴുവൻ അനുഭവം ഉള്ളതാണ്. ശ്രദ്ധിക്കുക. ആനന്ദമായിരുന്നു. ദേശം ഉണ്ടായിരുന്നില്ല, കാലം ഉണ്ടായിരുന്നില്ല. ഇതാണ് സുഷുപ്തി. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥാഭേദങ്ങളിൽ തന്നെ ദേശസങ്കല്പം, കാലസങ്കല്പം വിഭിന്നമാണ്. ഇനി അങ്ങോട്ടൊന്നും പോകണ്ട. ജാഗ്രത്തിൽ തന്നെ വിഭിന്നമാണോ? എന്താ കഥ? ഇന്നിപ്പോൾ ജനുവരി എത്രാം തീയതി? ഇതിപ്പോൾ ഇന്നലെ അങ്ങോട്ട് തുടങ്ങിയ പോലെയാണ് തോന്നിയതേ. 1 കൊല്ലം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. എത്ര വേഗാ സ്വാമി! 2000 ഒക്കെ അപ്പോൾ അപ്പം അങ്ങോട്ട് തുടങ്ങിയ പോലെയാണ് തോന്നിയത്. അന്ന് എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ, Y2K എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇന്നലെ നടന്ന പോലെ ഓർമ്മയുണ്ട്. പണ്ട് ഞങ്ങളെ കാലത്തൊക്കെ ഉണ്ടല്ലോ സ്വാമി, കാലം എത്ര പതുക്കിയാ പോവാന്നറിയോ? 50 കൊല്ലം മുമ്പൊക്കെ പതുക്കെ കാലം പോവുള്ളൂ. ഇന്നിപ്പോൾ കാലത്തിന് സ്പീഡ് കൂടിയിരിക്കുക ഇല്ലേ? എന്താ, ശരിയല്ലേ പറഞ്ഞേ? ശരിയല്ലേ? ആഹാ, ശരിയാ. 60 സെക്കൻഡ് കൂടി 1 മിനിറ്റ്, 60 മിനിറ്റ് കൂടി 1 മണിക്കൂർ, 24 മണിക്കൂർ കൂടിയിട്ട് 1 ദിവസം, അങ്ങനെയുള്ള 365 ദിവസം കൂടിയിട്ട് 1 വർഷം എന്നുള്ള കണക്കിനൊരു മാറ്റവും വന്നിട്ടില്ല. അന്നും ഇന്നും അതൊരുപോലെ തന്നെയാ. പിന്നെ എന്താ ഇപ്പോൾ വേഗം കൂടിയ പോലെ തോന്നുന്നേ? ദാരിദ്ര്യം കുറഞ്ഞു. വേറൊരു കാരണമില്ല. ദാരിദ്ര്യം കുറഞ്ഞു. കുറഞ്ഞില്ല എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ കുറഞ്ഞു എന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം.
എന്നാൽ കഷ്ടപ്പാട്, രോഗാദി ക്ലേശങ്ങൾ നമ്മൾ തന്നെ അത്യന്തം ക്ലേശം അനുഭവിക്കുന്ന രോഗികളുടെ അടുത്ത് പോയി ഒന്ന് അല്പം പോയിരുന്നു, ഒന്ന് തൊട്ട് തല്ലോട് ഒന്ന് സമാധാനിപ്പിക്കുക. അതിനൊക്കെ സമയം കണ്ടെത്തുക കുറച്ചൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളെ കാണാനെങ്കിലും നമ്മൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ അപ്പുറപ്പുറമുള്ള ബെഡെങ്കിലും ഒന്ന് നോക്കുക, ഒന്ന് സ്നേഹപൂർവ്വം ഒന്ന് സംവദിക്കുക. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിലൊക്കെ ഒന്ന് പോവുക. ആവുന്നത്ര എല്ലാവർക്കും ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് ഏജൻറ്റുമാരാരുമില്ല, ദൂതന്മാർ, ദൈവത്തിൻ്റെ പ്രതിനിധികളാരും നമുക്കില്ല. അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുമില്ല. ഇവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, ഇവനാണ് ശാന്തിയും സമാധാനവും കൊടുക്കാൻ ബാധ്യതപ്പെട്ടവൻ. അല്ല, നമ്മുടെയൊക്കെ ദൗത്യമാണ്. അതുകൊണ്ട് ഈ ദൗത്യം നമ്മളൊക്കെ ചെയ്യണം. എവിടെ കഷ്ടപ്പാടും ദുഃഖങ്ങളുണ്ടോ നമുക്കാവുന്ന രീതിയിൽ സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ സ്പർശം അവിടെ എത്തണം. നമ്മിലൂടെ, വേറെ ആരിലൂടെ അല്ല. ദൈവത്തിൻ്റെ മോൻ വരും, പ്രവാചകൻ വരുന്നൊന്നും കാത്തിരിക്കേണ്ട ആരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ഇടയ്ക്ക് ചില പ്രതിനിധികളുണ്ട്, പുരോഹിതവർഗം ഇല്ല. ഒരു പുരോഹിതവർഗവും മധ്യസ്ഥന്മാരായിട്ടില്ല. അത്തരം മിഥ്യാധാരണകളെ മാറ്റി ഇത് നമ്മുടെ കർത്തവ്യമാണെന്ന ബോധത്തോടുകൂടി നമുക്ക് സ്നേഹിക്കാം, സേവിക്കാം. ഇരിക്കട്ടെ, വിഷയത്തിലേക്ക് വരട്ടെ. അവിടെ ആ ക്ലേശം അനുഭവിച്ച് ജീവിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയും, സ്വാമി ദിവസം നീങ്ങി കിട്ടണില്ല. ഈ കാലത്ത് തന്നെയാ. അപ്പം എന്താ താല്പര്യം? നല്ല സുഖ സാഹചര്യമാകുമ്പോൾ സമയം വേഗം തോന്നണോ പോവും, ക്ലേശകരമാവുമ്പോൾ പോണില്ല എന്ന് തോന്നും. ഇതൊക്കെ തോന്നല, അല്ലാണ്ട് ദേശവും കാലമൊന്നുമില്ല. ഇതൊക്കെ ആപേക്ഷികമാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ബുദ്ധിയോടുകൂടി പഠിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തോന്നിയോണം പുസ്തകം വായിച്ചിട്ട് താല്പര്യം കിട്ടാൻ പോണില്ല. ഏതെങ്കിലും ആചാര്യന്മാരിൽ നിന്ന് ശ്രദ്ധയോടുകൂടി, സമ്പ്രദായ ശുദ്ധിയോടുകൂടി വേദാന്തം പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവയൊക്കെ ആപേക്ഷികമാണ്, നിരപേക്ഷമായത് ഒന്നേയുള്ളൂ, ഒന്ന് മാത്രം. അതുകൊണ്ട് ദേശത്തിൽ കാലവുമല്ല, കാലത്തിൽ ദേശവുമല്ല, ഇവ രണ്ടും പരസ്പരമിളിതങ്ങളായ ആപേക്ഷിക ഭാവങ്ങളാണ്. ആപേക്ഷികങ്ങളായവയൊക്കെ തന്നെ നിരപേക്ഷമായതിൽ കുടികൊള്ളുന്നതാണ്. അതെന്തെന്ന് അന്വേഷിച്ചോളുക, അത്രയേ ഉള്ളൂ. ഒരാളുടെ ദൃഢമായ സങ്കല്പം മറ്റൊരാളെ സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ശരിയാണ്. ഒരാളുടെ ദൃഢമായ സങ്കല്പം മറ്റൊരാളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതൊന്ന് സ്ഥൂലമായി കാണാൻ കഴിയില്ല. അനുഭവദശയിൽ വരുമ്പോൾ സ്ഥൂലമായി കാണാൻ കഴിയും. പക്ഷെ സ്വാധീനിക്കുന്ന പ്രക്രിയ സ്ഥൂലമായി കാണാൻ കഴിയില്ല, സൂക്ഷ്മമാണ്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് സ്വാമിജി പിതൃകർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു. ഇത് വേറെ ഏതോ സന്ദർഭത്തിൽ, വേറെ ഏതോ പ്രഭാഷണത്തിൽ പറഞ്ഞത് കേട്ടിട്ട് ചോദിക്കണതാണ്. അപ്പോൾ അത് കേൾക്കാത്തൊരു വലിയ സമൂഹം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ അതൊക്കെ തുടർന്ന് പറയുക? ഏതായാലും വിഷയത്തിലേക്ക് വരുന്ന സമ്മതിക്കുന്നു. തീർച്ചയായിട്ടും പിതൃകർമ്മത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഒക്കെ അത്യന്തം സ്നേഹത്താലോ മറ്റേതെങ്കിലും തരത്തിൽപ്പെട്ട ഭാവങ്ങളാലോ ഏകീകരിക്കപ്പെട്ട മനോഭാവമുള്ള വ്യക്തികളിൽ ഒരാളുടെ സങ്കല്പങ്ങൾ മറ്റേയാളെ തീർച്ചയായിട്ടും സ്വാധീനിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിതൃകർമ്മങ്ങളെ വ്യാഖ്യാനിക്കാറുണ്ട്. ഈ ആശയം ഒന്ന് വിശദമായി പറഞ്ഞു തരുവാൻ അപേക്ഷ. എന്താ ഇപ്പോൾ വിശദമായി പറയണ്ടേ? നമ്മുടെ സങ്കല്പങ്ങൾ നിശ്ചയമായും നമ്മെ സ്വാധീനിക്കുന്നു. നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതം. ഇനി നമ്മുടെ എന്ന് പറയുമ്പോൾ കേവലം അതൊരു വ്യക്തിയുടെ മാത്രമല്ല, ആ സങ്കല്പത്തിൻ്റെ വ്യാപ്തി, ശക്തി എത്ര കണ്ടുണ്ടോ അതിനാൽ സ്വാധീനിക്കപ്പെടാവുന്ന സർവരുടെയും. ഇപ്പോൾ പ്രാഥമിക തലത്തിൽ ഒരു വ്യക്തിയോട് പറയുമ്പോൾ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാനുള്ള സങ്കല്പം ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇപ്പം ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും സ്നേഹബന്ധമുള്ള, അല്ലെങ്കിൽ ഏറ്റവും ദ്വേഷബന്ധമുള്ള, അതാ ആരെയാണ് എപ്പോഴും ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, അത് ശത്രുവോ മിത്രോ ആരോ ആവട്ടെ, അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ സങ്കല്പങ്ങൾ എളുപ്പം സ്വാധീനിക്കും. എന്നാൽ അതിവികസിതമായ തലത്തിലേക്ക് ഉയർന്ന മഹാപുരുഷന്മാരുടെ സങ്കല്പങ്ങൾ അത് വളരെ വ്യാപിപ്പിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല.
നോക്കൂ, നമുക്ക് ഒരു വ്യക്തിഗതമായ മനസ്സ്, വ്യക്തിഗതമായ ബോധം, വ്യക്തിഗതമായ ബുദ്ധി, ചേതന, ഇതൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഈ ശരീരം മാത്രം എടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് കോശങ്ങളെ നമ്മൾ ഇതിൽ കാണുന്നു. ഈ കോടിക്കണക്കിനായ കോശങ്ങൾക്ക് ഓരോ കോശത്തിനും വ്യക്തിഭാവമുണ്ട്. അനുകൂലമായതിലേക്ക് പ്രവൃത്തിയും പ്രതികൂലമായതിൽ നിന്ന് നിവൃത്തിയും. ഇതാണല്ലോ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നത്. അനുകൂലമായതിലേക്ക് പ്രവൃത്തി, പ്രതികൂലമായതിൽ നിന്ന് നിവൃത്തി. ഇതാണൊരു ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ വ്യക്തിഭാവം. ഇങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ രീതിയിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരു ഏക കോശത്തിന്, മൈക്രോസ്കോപ്പിലൂടെ മാത്രം നോക്കിയാൽ കാണാൻ സാധിക്കുന്ന കോശത്തിന് പോലും ഈ വ്യക്തിഭാവമുണ്ട്. കാരണം അനുകൂലമായതിലേക്ക് അത് പ്രവർത്തിക്കുന്നു, പ്രതികൂലമായതിൽ നിന്ന് നിവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോശങ്ങൾ ചേർന്നിട്ട് ഒരു കോശ സമൂഹമുണ്ടായി, ഒരു ടിഷ്യൂ. അപ്പം അതിൽ ഘടകങ്ങളായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോശങ്ങളുണ്ടെങ്കിലും ആ ടിഷ്യൂ എന്നുള്ള അർത്ഥത്തിൽ അതൊന്നാണ്. അതിന് ഒരു വ്യക്തിഭാവമുണ്ട്. അവ അനുകൂലമായതിലേക്ക് ഒന്നിച്ച് പ്രവർത്തിക്കും, പ്രതികൂലമായതിൽ ഒന്നിച്ച് നിവർത്തിക്കും. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ടിഷ്യൂകൾ ചേർന്നിട്ട് ഏതെങ്കിലും ഒരു ഓർഗൻ നമ്മൾ കാണുക, ഏതെങ്കിലും ഓർഗൻ ദേഹത്തിലുള്ള, ഇന്നതെന്ന് പറയുന്നില്ല, കണ്ണെന്നോ മൂക്കെന്നോ ചെവിയെന്നോ ഒന്നും പറയുന്നില്ല, ഏതെങ്കിലും ഒന്നെടുക്കുക. കോശ സമൂഹങ്ങളുടെ സംഘാതം. അത് ലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്നതാണ്, ആയിരക്കണക്കിന് ടിഷ്യൂകൾ ചേർന്നതാണ്. പക്ഷേ അതിനൊരു വ്യക്തിഭാവമുണ്ട്. അതും അനുകൂലമായതിലേക്ക് പ്രവർത്തിക്കുന്നു, പ്രതികൂലമായത് നിവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള അനേകം ഓർഗൻസ് ചേർന്നിട്ട് ഈ ശരീരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ശരീരത്തിന് ഒരു വ്യക്തിഭാവമുണ്ട്. അനുകൂലമായതിലേക്ക് പ്രവർത്തിക്കും, പ്രതികൂലമായതിൽ നിന്ന് നിവർത്തിക്കും. ഇതൊക്കെ നമുക്കറിയാവുന്നതാ. സ്വന്തം വിരൽ തന്നെ അറിയാതെ കണ്ണിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കൺപോള പൂട്ടുന്നുണ്ട്, കണ്ണിനെ തൻ്റെ കൈവിരലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. വടിയോങ്ങി ഒരാൾ വരുന്ന സമയത്ത് സ്വയം ഒന്ന് മാറുന്നുണ്ട്. ഭാഷ്യകാരൻ്റെ ഭാഷ അനുവാദം ചെയ്തു പറഞ്ഞാൽ ഇത് സർവ്വജന്തുവിലും കാണാൻ കഴിയുന്ന പ്രതിഭാസമാണ്. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ സർവ്വജന്തുക്കളിലും കാണാൻ കഴിയുന്ന വ്യക്തിഭാവത്തെ ഭാഷ്യകാരൻ വർണ്ണിക്കുന്നുണ്ട് വളരെ ഹൃദയസ്പൃക്കായിട്ട്. കയ്യിൽ നല്ല പച്ചപ്പുല്ലിൻ്റെ കെട്ടുമായി വരുന്ന ആളെ കണ്ടാൽ പശു അയാൾക്ക് നേരെ അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്നും, എന്നാൽ അതേ ആൾ വടിയോങ്ങി നിൽക്കുന്നുണ്ട്, അതേ പശു പിന്തിരിഞ്ഞു പോകുമെന്നുള്ള ദൃഷ്ടാന്തം പറഞ്ഞ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ നമ്മുടെ മുമ്പിൽ ഈ ഒരു തത്വത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കോടിക്കണക്കിന് തനത് വ്യക്തിത്വമുള്ള കോശങ്ങളുടെ സംഘാതമായ ശരീരത്തിന് എപ്രകാരം ഒരു വ്യക്തിഭാവമുണ്ടോ, അതേപോലെ ലക്ഷോപലക്ഷം ജീവരാശികൾ അടങ്ങുന്ന സമാജത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും ഗ്രാമത്തിനും ഒക്കെ ഒരു വ്യക്തിഭാവമുണ്ട്. ഗ്രാമത്തിനൊരു വ്യക്തിഭാവമുണ്ട്. നമ്മൾ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് ഒന്നിന് അനുകൂലമാണെങ്കിൽ അതിലേക്ക്, പ്രതികൂലമാണെങ്കിൽ അതിൽ നിന്ന് പ്രവർത്തിക്കും. ഇതുപോലെ രാഷ്ട്രത്തിനുണ്ട്, ലോകത്തിന് മൊത്തമുണ്ട്. ഇനിയും മുന്നോട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് മൊത്തം കാണാം. അതിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സൗരയൂഥത്തിന് മൊത്തം ഒരു വ്യക്തിഭാവം ഉണ്ടാവും. അതിനും മുന്നോട്ട് നമുക്ക് പോകാൻ അധികം അറിയില്ല. എങ്കിലും മിൽക്കി വേക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തിഭാവം ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് ഒട്ടും കഴിയില്ല. പക്ഷേ ഈ ബ്രഹ്മാണ്ടത്തിനുണ്ടാവും. മറ്റു ബ്രഹ്മാണ്ടങ്ങളിൽ നിന്ന് അനുകൂല പ്രതികൂലങ്ങൾ വരുമ്പോഴുള്ള ഒരു വ്യതിയാനം. ചുരുക്കി പറഞ്ഞാൽ ഈ സമഷ്ടിയുടെ ഒരു ഘടകമായിട്ട് വ്യഷ്ടി പ്രവർത്തിക്കുന്നു. എന്നിട്ട് പറയാം, ഈ സമഷ്ടിയുടെ ഒരു ഘടകമായി വ്യഷ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നിശ്ചയമായും വ്യഷ്ടിയിലെ സങ്കല്പങ്ങൾ സമഷ്ടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് വ്യഷ്ടിയിലെ സങ്കല്പങ്ങൾ സമഷ്ടിയെ ബാധിക്കും, സ്വാധീനിക്കും. ഇത് വലിയൊരു തത്വമാണ്. ഈ തത്വമറിഞ്ഞ മഹാപുരുഷന്മാർ അനാദികാലമായി നമ്മളോട് നല്ലതിനെ, ഉയർന്നതിനെ, ഉയർത്തുന്നതിനെ സങ്കല്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരിക്കലും ഹീനമായ നമ്മളെ അധപ്പതിപ്പിക്കുന്നതിനെ സങ്കല്പിക്കരുതേ എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു ജീവിത രഹസ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.
ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണെങ്കിലും സാന്ദർഭികമായി അല്പം കൂടി ചേർത്ത് പറയട്ടെ. ഈ ചോദ്യത്തിന് ഉത്തരം ഇത്ര മതി, എങ്കിലും അല്പം കൂടി ചേർത്ത് പറയട്ടെ. പലരും പല സന്ദർഭങ്ങളിലും സമീപിച്ച് ചോദിക്കുന്നൊരു പ്രശ്നമുണ്ട്, വളരെ വിഷമത്തോടു കൂടി, തമാശയ്ക്കൊന്നുമല്ല. സ്വാമി, വിഭവങ്ങളുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്, ആൾബലമുണ്ട്, ആവശ്യമുള്ള ധനവും അതിൽ വിനിയോഗിച്ചിട്ടുണ്ട്, എന്നിട്ടും കാര്യസാധ്യം എന്തുകൊണ്ട് വരുന്നില്ല? പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഒരാളോ രണ്ടാളോ അല്ല. വിഭവങ്ങളുണ്ട്, ആൾബലമുണ്ട്, പണമുണ്ട്, പ്രവർത്തിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വിചാരിച്ചതുപോലെ കാര്യസാധ്യം വരുന്നില്ല? ചിലപ്പോൾ പറയും നിങ്ങൾ പ്രാക്ടിക്കലായി വരാവുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, അത് വേറെ വിഷയം. പക്ഷേ പൊതുവെ ഇതിന് നമ്മൾ പറയാറുള്ള മറുപടി ശരിയാണ്, നിങ്ങൾക്കിതൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, അതിൻ്റെ പ്രവർത്തന ഘട്ടത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വിപരീതമായി സങ്കല്പിച്ചിട്ടുണ്ടോ? പ്രവർത്തന ഘട്ടത്തിൽ എപ്പോഴെങ്കിലും വിപരീതമായി സങ്കല്പിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ചെറിയ ദൃഷ്ടാന്തം പറയാം. 4 മണിയാവുമ്പോൾ സ്കൂളിൽ നിന്ന് കുഞ്ഞ് തിരിച്ചു വരും, അതാ പതിവ്. 4:30 കുഞ്ഞ് വന്നില്ല, 4:45 കുഞ്ഞ് വന്നില്ല. ഈ സ്ഥിതിയിൽ എന്തോ പഠനേതര പ്രവർത്തനം സ്കൂളിലുണ്ടാവും, എന്തെങ്കിലും ആ കുട്ടിക്ക് എന്തെങ്കിലും അസൈൻമെൻറ്റ് ചെയ്ത് പൂർത്തിയാക്കാനുണ്ടാവും, അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ സ്പോർട്സിൻ്റെയോ ആർട്സിൻ്റെയോ എന്തെങ്കിലും ചില വിഷയങ്ങളിൽ കുട്ടിക്ക് വ്യാപരിക്കേണ്ടതുണ്ടാവും. അതുകൊണ്ടാണ് കുട്ടി വൈകുന്നത്. 1. 2, എന്തോ ദീനം വന്നോ, തലകറങ്ങി വീണ് ആരാണെങ്കിലും പിടിച്ച് ആസ്പത്രി കൊണ്ടുപോയോ, അല്ല വല്ല ബസ്സിൻ്റെ ഉള്ളിലും പൊട്ടുവോ, അയ്യോ ഇന്നത്തെ വാഹനങ്ങളുടെ പോക്കൊക്കെ എന്താ ഭഗവാനെ. 2, ഇതിലേത് ചിന്തയാ വരുന്നേ? കള്ളം പറയരുത്. രണ്ടാമത്തെയാണോ ഒന്നാമത്തെയാണോ? രണ്ടാമത്തെ. അതെന്താ? ആരാ പറഞ്ഞ അങ്ങനെ ചിന്തിക്കാൻ? എന്തുകൊണ്ട് ആദ്യത്തെ ചിന്തിച്ചൂടായിരുന്നു? അത് നമ്മൾ ചെയ്ത് 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 സംസ്കാരത്തെ അപ്രകാരം രൂപപ്പെടുത്തിയതാ. ഇതുപോലെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ ഏത് പ്രവർത്തനം ചെയ്യുന്ന സമയത്തും അറിയാതെ നമ്മൾ വിപരീതമായി സങ്കല്പിച്ചു പോകുന്നു. സങ്കല്പിച്ചു, അത് ഫലം വരും, ഉറപ്പ് വരണം. പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് ഒരിക്കലും വിപരീതമായി സങ്കല്പിക്കരുത് ഒരു വിഷയത്തിലും. അതുകൊണ്ട് വേദം നമ്മളോട് ആവർത്തിച്ച് ഉപദേശിച്ചു തന്നു, തന്മേ മനഃ ശിവ സങ്കല്പമസ്തു. എൻ്റെ മനസ്സ് ശിവമായ മംഗളമായ സങ്കല്പത്തോടു കൂടിയതാകണമേ. എപ്പോഴും നല്ല സങ്കല്പം ഉണ്ടാവാൻ പാടുള്ളൂ, ഒരിക്കലും മോശം വയ്യ. സ്വാമി മോശം ഉണ്ടാവണത് പിന്നെ മോശം സങ്കല്പിച്ചത് എന്ത് കാര്യം? അപ്പോഴെങ്കിലും നീ നല്ലത് സങ്കല്പിക്കുക. എപ്പോഴും മംഗളമായതേ സങ്കല്പിക്കാവൂ, ഒരിക്കലും അമംഗളമായത് സങ്കല്പിക്കരുത്. അതുകൊണ്ട് ആവർത്തിച്ച് വേദത്തിൽ പറഞ്ഞു, തന്മേ മനഃ ശിവ സങ്കല്പമസ്തു. 1 സ്ഥലത്തല്ല, 2 സ്ഥലത്തല്ല, 3 സ്ഥലത്തല്ല. ശിവസങ്കല്പ സൂക്തത്തിൽ 6 മന്ത്രങ്ങളിലും ഇത് ആവർത്തിച്ചു. എൻ്റെ മനസ്സ് ശിവമായ മംഗളമായ സങ്കല്പത്തോടു കൂടിയതാകണമേ. ഒരിക്കലും അമംഗളമായ സങ്കല്പം വരരുത്. കാരണം സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത്. ഇത് പുതിയ രഹസ്യമല്ല. ഇനി ഒരു ഇംഗ്ലീഷ് ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഇത് പുതിയൊരു സീക്രറ്റ് അല്ല. ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, ഈ സ്വാമി എന്തിനാ ഈ പുതിയ സീക്രറ്റ് അല്ല എന്ന് പറഞ്ഞ്? ചിലർക്ക് സംശയം ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. അതെന്താ കാരണം? നോക്കൂ, ഇന്ന് നിങ്ങൾ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുസ്തകശാലകളിൽ പോവുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒരു അന്വേഷണം ചെയ്യാം. ഏറ്റവും അധികം ചെലവാകുന്ന വിഭാഗം പുസ്തകങ്ങൾ ഏതാണ്? അവ പല പേരിലായിരിക്കാം, പക്ഷെ ഏറ്റവും അധികം ചെലവാകുന്ന വിഭാഗം എങ്ങനെ ഒരു ലീഡറാവണം, എങ്ങനെ സമ്പന്നനാവണം, എങ്ങനെ ഉദ്യോഗത്തിൽ മുകളിൽ കയറിപ്പോണം, എങ്ങനെ മറ്റുള്ളവരെ നിയന്ത്രിക്കണം, എങ്ങനെ നല്ലൊരു മാനേജറാവണം,
ഈ ഒരു വിഷയമാണ്. ഇത് പല പേരിലാണ്. പക്ഷെ ഈ ഒരു വിഭാഗത്തിൽ തിരിക്കാവുന്ന വളരെ അടിസ്ഥാനപരമായി ചെറിയൊരു വാക്ക് പറയാം, പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള ആശയത്തെ പിൻപറ്റിയുള്ള വിഷയങ്ങളെ സംബന്ധിക്കുന്ന പുസ്തകങ്ങളാണ് ഇന്ന് ഏറ്റവും അധികം ചിലവാകുന്നത്. സംശയം ഉണ്ടെങ്കിൽ പഠിച്ചു നോക്കുക, ശരിയാണോ ഇല്ലയോ. എന്തൊക്കെ പേരിലുള്ള പുസ്തകങ്ങളാണ്. പലതും ഒന്നിൻ്റെ കോപ്പി അടിച്ചതുപോലുള്ളതാ വേറെ. ഇപ്പം പലതും അങ്ങനെയാണല്ലോ ചെയ്യണത്. എന്നാലും ചിലവാകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു വേരുകൾ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ചിലവായ ദി സീക്രട്ട് എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ എത്തിച്ചേരും. അതിൻ്റെ വിപുലീകരണമായി അതിലെ ആശയങ്ങൾ കടമെടുത്തും മറ്റും വിപുലീകരിച്ചതായി കണ്ട പുസ്തകങ്ങളൊക്കെ. അതിൻ്റെ ചില പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അത്രയേ ഉള്ളൂ. അതിലെന്താ പറഞ്ഞ ആശയം? ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്താണോ വ്യക്തി സങ്കല്പിക്കുന്നത് അതാണ് അവൻ അനുഭവത്തിൽ വരിക. അതുകൊണ്ട് ശുഭമായി സങ്കല്പിക്കൂ. ഇത് പുതിയൊരു സീക്രട്ടായിട്ട് ഇറക്കിയപ്പോൾ, നല്ല ചമൽക്കാരപൂർവമായ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ഇറക്കിയപ്പോൾ ലക്ഷക്കണക്കിന് പുസ്തകം ചെലവായി. ഇത് പുതിയ സീക്രട്ട് അല്ല. തെറ്റിദ്ധരിക്കരുത്. പൊതുവെ ഒരു പ്രവണതയുണ്ട്, പുതിയ ശാസ്ത്രത്തിൽ നവീനമായി കഷ്ടപ്പെട്ട് ശാസ്ത്രകാരന്മാർ പുതിയോരോ കണ്ടെത്തൽ കൊണ്ടുവന്ന അതൊക്കെ പണ്ട് പെടണ്ടായിരുന്നു എന്ന് പറയുന്നൊരു സൂക്കേട്. ആ രോഗമുള്ള ആളല്ല സ്വാമി ചിദാനന്ദപുരി. ആ രോഗം വെച്ചിട്ട് അങ്ങനെ ഒരു സൂക്കേടുണ്ട്, കേട്ടില്ല? തമാശയ്ക്ക് നമ്മുടെ പരംപൂജനീയ സിദ്ധിനാഥാനന്ദ സ്വാമികൾ വളരെ തമാശയ്ക്ക് പറയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഒരാൾ പണ്ടൊരു ഗ്രാമത്തിൽ എന്തോ പറമ്പ് കിളച്ചപ്പോൾ അയാൾക്കൊരു കമ്പി കിട്ടി, ഇത്ര തുരുമ്പിച്ച് ദ്രവിച്ചൊരു കമ്പി. അപ്പോൾ ഇയാൾ ഒന്നായിട്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ നാട്ടിൽ കമ്പിത്തപ്പാലുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അയൽ ഗ്രാമക്കാരൻ അസൂയായി, പ്രശ്നമായി. എന്തടാ അവൻ്റെ ഗ്രാമത്തിൽ, എന്നാൽ പിന്നെ എൻ്റെ ഗ്രാമത്തിലുണ്ടാവും. ഈ പാവം പറമ്പ് മുഴുവൻ കളച്ചു, ഗ്രാമം മുഴുവൻ കളച്ചു, ഒരു കമ്പിയും കിട്ടിയില്ല. അപ്പോൾ ഇയാളെന്താ പറഞ്ഞെന്നറിയോ? എൻ്റെ നാട്ടിൽ കമ്പിയില്ല, കമ്പി ഉണ്ടായിരുന്നു. ഇതൊരു രോഗമാണ്. പുതിയ ശാസ്ത്രത്തിൽ എന്ത് ഗവേഷണം വന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടുത്തം വന്നാലും ഇതൊക്കെ ആർഷഭാരതത്തിൽ പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സൂക്കേട്. ആ സൂക്കേട് നമുക്കില്ല. അങ്ങനെയുണ്ട്. ആ രോഗം നമുക്കില്ല. നിങ്ങൾ ആരുണ്ടെന്ന് ആരോപിച്ചാലും ഇല്ല എന്ന് ധൈര്യമായി പറയാൻ പറ്റും. പക്ഷേ ഇത് വസ്തുനിഷ്ഠമായി തെളിവ് സഹിതം പറയുന്നു, ഇത് പുതിയ സീക്രട്ടല്ല. വേദത്തിലേക്ക് പോകൂ. ഓരോ കൽപ്പത്തിലും എങ്ങനെയാണ് പ്രപഞ്ചം ആവിർഭവിക്കുന്നത്, ഈ വിഷയം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തുക്കളിൽ. അവിടെ പല ശാഖകളിൽപ്പെട്ട പല ഉപനിഷത്തുക്കളിൽ ഒരാശയം പറഞ്ഞിട്ടുണ്ട്. പല ശാഖകളിൽപ്പെട്ട പല ഉപനിഷത്തുക്കളിൽ ഒരാശയം പറഞ്ഞിട്ടുണ്ട്. തദൈക്ഷത സ ഈക്ഷാഞ്ചക്രേ സോ കാമയത. എല്ലാത്തിൻ്റെ അർത്ഥവും തന്നെയാണ്. അത് സങ്കൽപ്പിച്ചു, അവൻ സങ്കൽപ്പിച്ചു, അവൻ സങ്കൽപ്പിച്ചു. ഈ സങ്കല്പത്തിന് ശേഷമാണ് സൃഷ്ടി ആവിർഭവിച്ചതായി പറയുന്നത്. അപ്പം സകല പ്രപഞ്ച സൃഷ്ടിയും സങ്കല്പപൂർവകമായിട്ടാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആവിർഭാവം, പുതുതായിട്ടൊന്നും ഉണ്ടാവലല്ല. പുതുതായിട്ട് ഒരു വസ്തു ഉണ്ടാവുന്നുമില്ല, നശിക്കുന്നുമില്ല. ഉള്ളത് ആവിർഭൂതമാകും, തിരോഭൂതമാകും. അത് ചാക്രികമായി സംഭവിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവം അല്ലെങ്കിൽ ആവിഷ്കാരം? സങ്കല്പത്തിൽ നിന്നാണ്. എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ സൃഷ്ടികൾ എങ്ങനെയായിരിക്കും? സങ്കല്പം കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് വേദത്തിൽ പറഞ്ഞത് ശുഭമായി സങ്കല്പിക്കൂ, ഒരിക്കലും അശുഭമായി സങ്കല്പിക്കരുതേ. എന്താണോ നമ്മൾ സങ്കല്പിക്കുന്നത് അതാണ് നമുക്ക് ജീവിത അനുഭവമായി വരിക. അതുകൊണ്ട് ശുദ്ധമായി സങ്കല്പിക്കാൻ പഠിക്കുക. പക്ഷെ നമ്മൾ അശുദ്ധമായി സങ്കല്പിക്കുന്നു, അതുകൊണ്ട് അപകടകരമായ ഫലങ്ങളെ നേടുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും അശുഭമായി സങ്കല്പിക്കരുത്. ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിച്ച് ജീവിതത്തിൽ ആചരിക്കേണ്ടതാണ്.
സ്വാമിജി, നമ്മുടെ പൈതൃകം, സംസ്കാരം, ധർമ്മശാസ്ത്രങ്ങൾ ഇവ തമസ്കരിക്കപ്പെടുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് പാഠ്യപദ്ധതികളിൽ അവയെ അവതരിപ്പിക്കാതിരിക്കുകയോ അഥവാ വികലമായി ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നത്. നേരത്തെ നമ്മളിവിടുത്തെ പരാമർശിച്ച ഒരു വിഷയമാണിത്. അത് കേൾക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ഒരു പ്രശ്നമാണിത്. അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. സെമിറ്റിക് മതങ്ങളിൽ മതപഠനം, ആചരണം എന്നിവ നിർബന്ധമായിരിക്കുന്നത് പോലെ മഹത്തായ നമ്മുടെ സംസ്കാരം, ധർമ്മശാസ്ത്രങ്ങൾ തുടങ്ങിയവ വരും തലമുറകളിലേക്ക് പകരാൻ ഒന്ന്, സാർവത്രികവും പ്രായോഗികവുമായൊരു നവീന പദ്ധതി എങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയും? രണ്ട്, ബോധനവും ആചരണവും ഒട്ടെങ്കിലും നിർബന്ധമാക്കുന്നതിന് തദനുസരണമായൊരു സ്മൃതി നമുക്ക് സ്വീകരിക്കുവാൻ സാധ്യമാണോ? മൂന്ന്, അല്ലാത്ത പക്ഷം നമുക്കായി ഉപദേശിക്കപ്പെട്ട ഗുഹ്യതമമായ ജ്ഞാനം സനാതനമെങ്കിലും ബഹുഭൂരിപക്ഷത്തിന് ഒരു വിധത്തിൽ അപ്രാപ്യമായി തീരില്ലേ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇതിൽ ഒന്നാമത് പറയാനുള്ളത്, മതങ്ങൾ അനുശാസിക്കുന്നത് പോലെ ആചരണങ്ങളെയോ സ്വാധ്യായത്തെയോ അടിച്ചേൽപ്പിക്കാനോ നിർബന്ധമാക്കാനോ സമ്മതി കൊടുക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. ഒരിക്കലും സാധ്യമല്ല. ആചരിച്ചോളണം, ഇല്ലെങ്കിൽ നരകം. പിന്നെ നരകമൊന്നുമല്ല. പിന്നെന്താ സ്വാമി? ഇപ്പോൾ ഇത് ആചരിച്ചോളണം, ഇല്ലെങ്കിൽ വയസ്സായാലും മരിക്കാനില്ലേ? മോളൊന്നും കല്യാണം കഴിക്കാനില്ലേ? ഇത് രണ്ട് നടക്കണമെങ്കിൽ ഞങ്ങളുടെ സഹായം വേണം. അതാ സ്വർഗവും നരകമൊക്കെ മാറ്റി വെച്ചു. ഇതാ പിന്നെ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും മറ്റും ഭീഷണികളും മറ്റും ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് വേണോ പഠനം? നീ പഠിച്ചോളണം, ദിവസം എണീറ്റ് ഉപനിഷത്ത് പഠിച്ചോളണം, അല്ലെങ്കിൽ രാമായണം വായിച്ചോളണം, ഭാഗവതം വായിച്ചോളണം, ഇല്ലെങ്കിൽ നീ നരകത്തിലെത്തും, അല്ലെങ്കിൽ നിന്നെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കും, നിൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അല്ലെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ സംസ്കാരക്രിയയ്ക്ക് ഞങ്ങൾ വരില്ല. ഒന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് ഇവിടെ അതുപോലെ സെമിറ്റിക് മതങ്ങളിൽ മതപഠനം, ആചരണം എന്നിവ നിർബന്ധമാക്കിയിരിക്കുന്നത് പോലെ എന്നുള്ളത് നമുക്ക് വേണ്ടേ വേണ്ട. പക്ഷേ ഈ ലേഖനമെഴുതിയാളുടെ ഭാഷ ശ്രദ്ധിക്കുമ്പോൾ അയാളത് ശരിക്കും ഉൾക്കൊള്ളുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നത്. അത്ര സംസ്കൃതമായ നല്ലൊരു ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ആശയം ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയാണത്. അതുകൊണ്ട് അയാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവില്ല നമ്മളിത് പറയുമ്പോൾ. ഈ കൂട്ടത്തിൽ അയാൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേസമയത്ത് ആചരണങ്ങളിലേക്ക്, ശാസ്ത്ര പഠനത്തിലേക്ക് സമൂഹത്തെ പ്രേരിപ്പിക്കണം. ചെറുപ്പം തൊട്ട് തന്നെ വേണം. അത് അമ്മയിൽ നിന്നായിരിക്കണം, അത് അച്ഛനിൽ നിന്നായിരിക്കണം. മറ്റാരടുത്തെങ്കിലും പറഞ്ഞയച്ചിട്ടല്ല. പോടാ നീ ചിദാനന്ദപുരി സ്വാമിയുടെ അടുത്ത് പോയിരിക്കും, ശാസ്ത്രം പഠിക്ക്, അല്ല. അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, തൻ്റെ ജീവിത അന്തരീക്ഷത്തിൽ സഹജവും സ്വാഭാവികവുമായി നല്ല നല്ല മൂല്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. ശാസ്ത്രബോധത്തിലേക്കും ആചരണ പദ്ധതിയിലേക്കും അങ്ങനെ വേണം നമ്മൾ കുഞ്ഞുങ്ങളെ ഉപനയിക്കേണ്ടത്. അത് ശ്രദ്ധിക്കുക. ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരാശയം പറയട്ടെ. നൂറുകണക്കിന് പേര് കുട്ടികളെപ്പറ്റി കുറ്റം പറയാൻ നമ്മളെ സമീപിക്കാറുണ്ട്. നൂറുകണക്കിന് അച്ഛനമ്മമാർ. കുട്ടികൾ വീട് നോക്കണില്ല, കുടുംബം നോക്കണില്ല, അച്ഛനെ നോക്കണില്ല, അമ്മേനെ നോക്കണില്ല, മദ്യപിച്ച് നടക്കുകയാണ്, മയക്കുമരുന്ന് കഴിക്കുകയാണ്, സിന്ദാബാദ് വിളിച്ച് നടക്കുകയാണ്, അല്ലെങ്കിൽ 2 മൊബൈലും കൊണ്ടൊരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. നമുക്ക് പല കുറ്റങ്ങൾ. കുറച്ചു നേരം കുട്ടികളെ പറ്റിയുള്ള കുറ്റമൊക്കെ കേൾക്കാൻ സുഖമാണ്, കുറേ കേൾക്കാനൊരു സുഖവും ഇല്ല. അപ്പം നമ്മൾ ലളിതമായൊരു ചോദ്യം അവരോട് തിരിച്ചു ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുട്ടികളല്ലേ? ചിലർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. കാരണം അത്ര നമ്മൾ ഋജുബുദ്ധി മാത്രമുള്ളവരാ. ചിലർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. അപ്പം പിന്നെ തെളിച്ച് ചോദിക്കേണ്ടി വരും, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടോ? കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടോ? വളരെ പ്രധാനമായ പ്രസക്തമായ ചോദ്യമാണ്.
അല്ല കൊടുക്കണ്ടാത്തതാണോ കൊടുത്തത്? ഏതാ കൊടുക്കേണ്ട സമയം? അത് പ്രത്യേകിച്ച് പറയാൻ വയ്യ, എപ്പോഴും കൊടുക്കേണ്ട സമയം തന്നെയാണ്. എങ്കിലും ഏറ്റവും പ്രധാനം കുഞ്ഞ് ഗർഭത്തിലിരിക്കുമ്പോഴാണ്. കുഞ്ഞ് ഗർഭത്തിലിരിക്കുന്ന സമയത്താണ് ആ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടം. ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതാണോ കൊടുത്തത്? അല്ല കൊടുക്കരുതാത്തതാണോ? അത് വിസ്തരിച്ച് പറയേണ്ട വിഷയമാണ്. സന്ദർഭം വരികയാണെങ്കിൽ പറയാം. 2, ആ കുഞ്ഞ് ജനിച്ച ശേഷം ഒരു 6 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ആ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട 2ാം ഘട്ടം നടക്കുന്ന സമയത്ത് ഒരു 6 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മൾ കൊടുക്കേണ്ടതൊക്കെയാണോ കൊടുത്തത്? മാതൃക കാണിച്ചു കൊടുത്തോ? വലിയ വലിയ ഉപദേശങ്ങളൊന്നും കൊടുക്കരുത്. ദയവ് ചെയ്ത് കുഞ്ഞുങ്ങൾ നേരെയാവണം എന്നുള്ളവർ ഉപദേശിക്കണത് നിർത്തണം. ഉപദേശിക്കരുത്. ഉപദേശം കേട്ട് മടുത്തവരാ നമ്മുടെ മക്കൾ. കാരണം ഉപദേശിക്കുമ്പോൾ അതിന് വിപരീതം ചെയ്യാനുള്ള ഭാവനയാണ് നമുക്ക് സഹജമായിട്ടുണ്ടാവുക, അല്ലേ? ആർക്കാ സംശയമുള്ളേ? ഒരിക്കൽ ഒരു വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഗംഭീരമായ സ്റ്റണ്ടാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, പ്രശ്നം വളരെ ചെറുതാണ്. അതായത് അവരുടെ അടുത്ത വീട്ടിലൊരാൾ ഒരു എന്താ പറയുക, ഗോബർ ഗ്യാസിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ മഹത്വത്തെ പറ്റിയൊക്കെ ഇവരോട് പറഞ്ഞു കൊടുത്ത് അവരുടെ വീട്ടിലൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അങ്ങനെ എത്തിയിട്ടുണ്ട്. പക്ഷെ തീരുമാനം എടുത്തെങ്കിൽ അവർക്കൊരു സംശയം, അത്രയ്ക്ക് മാത്രമൊക്കെയുള്ള വേസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടോ? ഒരു ബയോഗ്യാസ് പ്ലാന്റ് നടത്താനുള്ള വേസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടോ എന്നുള്ളതാണ് അവരുടെ തർക്ക വിഷയം. അത് ഒരാളുണ്ടെന്നും ഇല്ലെന്നും അതാണ് അടിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഇഷ്ടം പോലെ ഗ്യാസ് ഉണ്ടാക്കാനുള്ള വേസ്റ്റാണ് ഈ അടി തന്നെ. അത് വേറെ വിഷയം. നമ്മൾ പറഞ്ഞു ഒരു പ്രശ്നമില്ല, നിങ്ങൾ ദയവ് ചെയ്ത് അടി നിർത്തൂ, നിങ്ങൾക്ക് ആവശ്യത്തിലധികം വേസ്റ്റ് കിട്ടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അതെനിക്ക് വേറൊരു സാധനവും എനിക്ക് പ്രതിഫലമായിട്ട് വേണ്ട, ഒരു കട്ടൻ ചായ തന്നാൽ മതി. എന്താ, നിങ്ങളുടെ വീട്ടിൽ മതിലിൻ്റെ അടുത്തൊരു ബോർഡ് വയ്ക്കുക, ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. വേറൊന്നും വേണ്ട, അതെ, വേറൊന്നും വേണ്ട. ഒറ്റ ബോർഡിൽ കാര്യം നടക്കും. നാട്ടിലുള്ള സകല കോഴി വേസ്റ്റ് നിങ്ങളുടെ മുമ്പിലെത്തും. ഈ ബോർഡ് വെക്കണം, അത്രയേ ഉള്ളൂ. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. വേണമെങ്കിൽ കുറച്ചും കൂടി നല്ലത്, ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് വെച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള വേസ്റ്റ് കിട്ടും. അതിൽ നിന്ന് ഒന്ന് തരംതിരിക്കണം. എന്നിട്ട് ബയോ വേസ്റ്റൊക്കെ എടുത്തിട്ടേക്കുക. നിങ്ങളുടെ കുടുംബത്തിനല്ല, തറവാടിന് മുഴുവൻ ഗ്യാസ് ഉണ്ടാക്കാനുള്ള വേസ്റ്റ് കിട്ടും. തമാശ പറയല്ല ഇത്. കാരണം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു അത് ചെയ്യാതിരിക്കാനും, എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അത് ചെയ്യാനുമുള്ള വാസന സഹജമായി നമ്മളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് മക്കളെ ഉപദേശിക്കാതിരിക്കുക. പിന്നെ യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ. ഇത്ര സുന്ദരമായി ഭഗവാൻ ഗീതയിൽ പറഞ്ഞു തന്നു. എന്താണോ ശ്രേഷ്ഠൻ ആചരിക്കുന്നത് അത് മറ്റുള്ളവർ പിന്തുടരും. ഏത് മേഖലയിലും ആയിക്കോട്ടെ, ഇന്ന മേഖല എന്നൊന്നുമില്ല. ഓരോ മേഖലയിലും ശ്രേഷ്ഠനായി മാനിക്കപ്പെടുന്നവൻ എന്ത് ചെയ്യുമോ അതിനെ മറ്റുള്ളവർ പിന്തുടരും. സയത് പ്രമാണം കുരുതേ ലോകഃ തദനുവർത്തതേ. അവൻ എന്തിനു ചെയ്യുന്നു അതിനെ പ്രമാണമാക്കി മറ്റുള്ളവർ പിന്തുടരും. അതുകൊണ്ട് ചെറുപ്പത്തിലെ സദാചാരങ്ങളിലേക്കും സച്ഛാസ്ത്രങ്ങളിലേക്കും നമ്മുടെ സമൂഹത്തെ ആനയിക്കേണ്ടത് സ്വയം സദാചാരങ്ങളെ ചെയ്തുകൊണ്ടും സച്ഛാസ്ത്രങ്ങളെ പാരായണം ചെയ്തുകൊണ്ടും അമ്മയുടെ അച്ഛൻ്റെ കർത്തവ്യമാണ്. ഈ കർത്തവ്യം അമ്മയും അച്ഛനും നിർവഹിക്കുക. അങ്ങനെ പ്രാഥമികമായൊരു ആചാരശുദ്ധിയും ശാസ്ത്രബോധവും കൈവന്ന ശേഷം കൂടുതൽ ഉയർന്ന മേഖലകളിലേക്ക് നമുക്ക് മൂന്നാമത്തെ ആളെടുത്തേക്ക് പറഞ്ഞയക്കാം. അമ്മ, അച്ഛൻ കഴിഞ്ഞാൽ ആചാര്യൻ. അതുകൊണ്ട് അങ്ങനെ ആചാരശുദ്ധിയുള്ള ഗൃഹങ്ങളാവട്ടെ നമ്മുടെ ഗൃഹങ്ങൾ, പഞ്ചമഹായജ്ഞങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഗൃഹങ്ങൾ, പഞ്ചമഹായജ്ഞങ്ങൾ നിത്യവും നിർവഹിക്കപ്പെടുന്ന ഗൃഹങ്ങളാവട്ടെ നമ്മുടെ എല്ലാവരുടെയും ഗൃഹങ്ങൾ. അത്രയേ ഈ വിഷയത്തിൽ പറയുന്നുള്ളൂ. അതുകൊണ്ട് ബോധനവും ആചരണവും നിർബന്ധമാക്കണം. അത് സ്നേഹത്തിലൂടെ സ്വയം ആചരിച്ച് കാണിക്കുന്നതിലൂടെ ആയിരിക്കണം. 2, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാത്തിനെയും നിരീക്ഷിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. അതുകൊണ്ട് നമ്മൾ വലിയ വലിയ ആചരണങ്ങൾ അവർ കാണിച്ചു കൊടുക്കുകയും
അവരോട് പറഞ്ഞു കൊടുക്കുകയും അല്ലാതെ നമ്മൾ ഹീനമായ കൃത്യങ്ങൾ അല്ലെങ്കിൽ അകൃത്യങ്ങൾ ചെയ്യുന്നുമുണ്ടെങ്കിൽ അവർ കണ്ടു മനസ്സിലാക്കും, ഇവർ പറയണതിന് ഒരു ശക്തിയില്ല കേട്ടോ, കാരണം ഇവരിത് പറയുന്നേ ഉള്ളൂ, പ്രവർത്തിക്കണത് വേറെ, അമ്മ പറയണതൊന്നും പ്രവർത്തിക്കണത് വേറെയാണെന്ന് കുട്ടി മനസ്സിലാക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മക്കളുടെ മുമ്പിൽ മാതൃകാപരമായ ഒരു ആചരണം പുലർത്തുക എന്നുള്ളതാണ് പ്രധാനമായി പറയാനുള്ളത്. അപ്പോൾ അപ്രാപ്യമായി പോവരുത്, പഠിക്കണം, പഠിപ്പിക്കണം. സ്വാഭാവികമായി നമ്മുടെ സമൂഹം ശാസ്ത്രത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് വരുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഓരോ വർഷം കഴിയുന്തോറും ഏത് പ്രദേശത്തായി കഴിഞ്ഞാലും ശാസ്ത്ര പഠനത്തിലേക്ക് കൂടുതൽ ഔത്സുക്യത്തോടു കൂടി ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇതിൽ യാതൊരു സംശയവുമില്ല, ഒരു സംശയം പറയുന്നതിലില്ല. നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നാദാപുരം, കുറ്റ്യാടി, കക്കട്ട് ആ ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മൾ എല്ലാ മാസവും അവിടെ ഒരു ക്ലാസ്സിന് പോകുമായിരുന്നു. പാതിരിപ്പറ്റ എന്നൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്ക് വട്ടോളി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ബസ് ഇറങ്ങി കാത്തു നിന്ന് അവിടെ നിന്ന് ഒന്നുകിൽ ബസ്സിന് അല്ലെങ്കിൽ ജീപ്പിന് പോയിട്ടാണ് അങ്ങോട്ട് പാതിരിപ്പറ്റയ്ക്ക് പോവുക. ആ സമയത്ത് ഒരു 2-3 പേരെങ്കിലും ചെറുപ്പക്കാരടുത്ത് വന്ന് ഒന്ന് കാർക്കിച്ചൊന്ന് തുപ്പുമായിരുന്നു. ദേഹത്തേക്കല്ല, അടുത്തേക്ക്. എന്തോ ഒരു അവജ്ഞയാണ് ഈ കാഷായ വസ്ത്രം കാണുന്ന സമയത്ത്. ഈ എന്തോ എന്താണെന്നറിയില്ല, എന്തോ ഒരു അവജ്ഞയാണ്. നമുക്കെന്ത് വേണം? നമുക്കൊന്നും അതുകൊണ്ടില്ല. അയാൾ തുപ്പി അയാൾക്ക് ഗുണം ദോഷം, അല്ലാണ്ട് നമുക്കെന്ത്? നമ്മുടെ ദേഹത്തായല്ലേ നമ്മൾ നോക്കണ്ടോ? അപ്പോൾ പിന്നെ നോക്കാം, അത് വേറെ വിഷയം. അത് ഉണ്ടായിട്ടുമില്ല, പിന്നെന്താ പ്രശ്നം? പക്ഷേ അതേ സ്ഥലങ്ങളിൽ ഇന്ന് വേദാന്ത ക്ലാസ്സുകൾക്ക് പോലും, കേവലം പ്രഭാഷണങ്ങൾക്കല്ല, ആഴത്തിൽ പഠിക്കുന്ന ക്ലാസ്സുകൾക്ക് പോലും യുവജനങ്ങൾ 100 കണക്കിന് വരുന്നു. അനുഭവമാണ് പറയുന്നത്. ഇതൊരു 100 കൊല്ലം 200 കൊല്ലം മുമ്പുള്ള അനുഭവമല്ല, കേവലം 2 ദശകങ്ങളെ കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളും ആചരണങ്ങളും ഒന്നും ഇല്ലാണ്ടാവുക അല്ല ചെയ്യുക, കൂടുതൽ പ്രചരിക്കുക ചെയ്യുക. അതെ, ഭാഷകളുടെ ആഴങ്ങളിലേക്ക് പഠനം നയിക്കുന്നവർ ലോകത്തിൽ വ്യാപിച്ചിട്ടുള്ള ഇൻഡോ യൂറോപ്യൻ എന്നീ 2 വിഭാഗങ്ങളിൽ പിരിച്ചു പറയുന്ന സകല ഭാഷകളുടെയും മൂലസ്രോതസ് അന്വേഷിച്ചെത്തിച്ചേരുന്നത് ഭാരതത്തിലേക്കാണ്. അതുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവുമില്ല, ലോകം മുഴുവൻ ഈ അധ്യാത്മശാസ്ത്രങ്ങളിലേക്ക് അനുദിനം ആകൃഷ്ടമാക്കും, അത് കൂടുതൽ പ്രചരിതമാക്കും എന്നുള്ളതിൽ ഒട്ടും ശങ്ക നമുക്കില്ല. പക്ഷേ അതിന് കൂടുതൽ പ്രേരകമാകും വിധം നമ്മൾ വീടുകളിൽ ആചരണം പുലർത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. സ്വാമിജി, മഞ്ചേരിയിൽ ശ്രീ MM അക്ബറുമായി അങ്ങ് നടത്തിയ സംവാദത്തെക്കുറിച്ച് MM അക്ബർ നടത്തിയ ചില പരാമർശങ്ങൾ ഇൻ്റർനെറ്റിൽ കാണാനിടയായി. എന്താണ് അതിലിങ്ങനെ പറയുന്നു: ഈ സ്വാമി കേരളത്തിൽ നിച്ച് ഓഫ് ട്രൂത്ത് നടത്തുന്ന പരിപാടികൾ വിഭാഗീയത സൃഷ്ടിക്കാനും കലാപം സൃഷ്ടിക്കാനും കാരണമാകുമെന്ന് പ്രചരിപ്പിച്ച് നടക്കുന്ന വ്യക്തിയാണ്. മേൽ പരാമർശം ശരിയാണെന്ന് തെളിയിക്കാൻ പ്രസ്തുത സംവാദത്തിൽ അങ്ങ് അതിൽ പങ്കെടുത്ത ഹിന്ദു സഹോദരന്മാരെ ഇളക്കി വിടുന്ന തരത്തിൽ പ്രകോപനപരമായി മനഃപൂർവ്വം സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഈ സംവാദത്തിൻ്റെ കാസറ്റ് വിഭാഗീയത വളർത്താൻ ഹിന്ദു സഹോദരന്മാരുടെ വികാരത്തെ ഇളക്കിവിടാൻ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പുറത്തു വിടുന്നില്ല എന്നും പറയുന്നു. സ്വാമിജിക്ക് എന്താണ് പറയാനുള്ളത്? എന്താ അപ്പം അതിനൊക്കെ പറയുക? നമ്മൾ അന്നേ ഉപേക്ഷിച്ചൊരു വിഷയമാണ്. നമ്മളവരുടെ പിന്നാലെ പോകുന്ന ഒരാളല്ല. ഇത് വായിക്കുന്ന സമയത്തെല്ലാം വ്യക്തമായി ഓർമ്മ വരുന്നുണ്ട്. മഞ്ചേരി വെച്ച് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു
സംവാദത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ ശ്രീ എം അക്ബറായിരുന്നു സംസാരിച്ചിരുന്നത്, നമ്മളുമായിരുന്നു. അതിന് വളരെ നിർബന്ധപൂർവം മഞ്ചേരി നിന്ന് കുറേ വ്യക്തികൾ ഒത്തൊരുമിച്ച് വന്ന് നിർബന്ധിച്ച് ക്ഷണിച്ചിട്ടാണ് പോയത്, അല്ലാതല്ല. കാരണം ഇത്തരം സംവാദങ്ങളെ കൊണ്ടൊരു ഗുണവും നാട്ടിലില്ല, ഉപദ്രവേ ഉള്ളൂ. കുറേ അസ്വസ്ഥത ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഒരു ഗുണവും നമ്മൾ കാണുന്നില്ല. കാരണം സംഘാടകർ എപ്പോഴും വ്യക്തമായൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും നടത്തുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. പക്ഷേ അത്യന്തമായ നിർബന്ധം വന്നപ്പോഴും ആ നിർബന്ധത്തിനൊരു പൂർവ്വചരിത്രം വിസ്തരിക്കപ്പെട്ടപ്പോഴും ആ ചരിത്രം മറ്റൊന്നല്ല, പെരിന്തൽമണ്ണ വെച്ച് സമാനമായൊരു സംവാദമുണ്ടായെന്നും അതിൽ വളരെ ആ സംവാദത്തിൽ പങ്കെടുത്ത ഹിന്ദു സമൂഹത്തിന് അങ്ങേയറ്റം ശിരസ് കുനിക്കേണ്ടുന്നൊരവസ്ഥ വന്നു ചേർന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ പ്രവർത്തകരെല്ലാം പറഞ്ഞു തന്നപ്പോഴാണ് ശരി വരാമെന്ന് സമ്മതിച്ചത്. അങ്ങനെ പോയി. ഒരു മതത്തെയും ഒരല്പം പോലും ദോഷപ്പെടുത്താതെ നമുക്ക് അനുവദിച്ചു തന്ന ആദ്യ കാലാംശത്തിൽ നമ്മൾ സംസാരിച്ചു. ധർമ്മം എന്നുള്ള കാഴ്ചപ്പാട് മാത്രമാണ് പറഞ്ഞത്, വേറൊന്നും പറഞ്ഞിട്ടില്ല. ധർമ്മം, ആ ധർമ്മത്തിൽ തന്നെയുള്ള ശ്രുതി സ്മൃതി വ്യത്യാസം. സ്മൃതിയെ മുറുകെ പിടിച്ചാൽ നമ്മൾ അധപ്പതിക്കും, ശ്രുതിയെ മുറുകെ പിടിച്ചാൽ ഉയരും. ഈ ശ്രുതി സ്മൃതി സങ്കല്പം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം സംസാരിച്ചു. അത് കഴിഞ്ഞ് മോഡറേറ്ററായിരുന്ന ആൾ ഈ സംസാരിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞതിനെക്കുറിച്ച് മുഴുവൻ തന്നെ അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ട് അതിന് മറുപടിയും ചോദ്യവുമായി തുടർന്നു. അങ്ങനെ കുറേ മണിക്കൂറുകൾ ആ സംവാദം നീണ്ടു. അതിൽ അവസാനം ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ഈ കൂടിയ സമൂഹത്തിലെ മുസ്ലിം സഹോദരന്മാരോട് എന്ത് സന്ദേശമാണ് സ്വാമിക്ക് നൽകാനുള്ളതെന്ന് ഒരു വ്യക്തി ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, മുസ്ലിം സഹോദരന്മാരോട് ഒരു സന്ദേശവും പറയാനില്ല, ഹിന്ദു സഹോദരന്മാരോട് ഒരു സന്ദേശവും പറയാനില്ല, ക്രിസ്ത്യൻ സഹോദരന്മാരോട് ഒരു സന്ദേശവും പറയാനില്ല, മനുഷ്യന്മാരോടാണ് പറയാനുള്ളത്. അത് ഇന്നതാണെന്ന് പറഞ്ഞു സംസാരിച്ചു. ഏതായാലും അത് കഴിഞ്ഞു, കാലം മുന്നോട്ട് പോയി. അപ്പോഴാണ് അറിയുന്നത് ഈ CD അവർ പുറത്തിറക്കിയിട്ടില്ല. മറ്റതിന് മുമ്പ് നടന്ന എല്ലാ സംവാദങ്ങളുടെ CDകളും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പല ആചാര്യന്മാരും, അതിൽ സന്യാസിമാരുണ്ട്, ക്രിസ്ത്യൻ പുരോഹിതരുണ്ട്. അവരൊക്കെ തന്നെ സംസാരിക്കുന്നതും വളരെയധികം അവർ ഇകഴ്ത്തപ്പെടുന്നതുമായ CDകളൊക്കെ തന്നെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് പ്രചരിപ്പിക്കില്ല. കാരണം ഇത് പ്രചരിപ്പിച്ചാൽ കുഴപ്പം, വിഭാഗീയത വരും. 2, ചിദാനന്ദപുരി സ്വാമി സംസ്കാര വിരുദ്ധമായ ഭാഷയിലാണ് സംസാരിച്ചത്. അതുപോലെ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാവുന്ന രീതിയിലാണ് ചിദാനന്ദപുരി സ്വാമിയുടെ സംഭാഷണം. അങ്ങനെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ അത് കേൾപ്പിച്ചാലല്ലേ കേൾക്കണവർക്ക് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും സംസ്കാര വിരുദ്ധമായ ഭാഷ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വിലയിരുത്താൻ സമൂഹത്തിന് വിട്ടുകൊടുക്കണ്ടേ? ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഇനി ചിദാനന്ദപുരി സ്വാമി ആ CD പുറത്തിറക്കി കഴിഞ്ഞാൽ സ്വാമിയുടെ ഭാഗത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടോയെന്ന് അറിയോ? നല്ല സംസ്കാരദോഷമായിട്ടുള്ള വാക്കൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റി അങ്ങനെയൊക്കെ ആക്കാലോ, എന്നതൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെയാണോ അല്ലയോ എന്ന് സമൂഹം വിലയിരുത്തട്ടെ. ഏകപക്ഷീയമായിട്ട് ഈ ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് ആർക്കും അടിച്ചുകൂടാത്ത, ആർക്കും അടിക്കാം, അതിലൊരർത്ഥവും ഇല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ ആശയം നേരിട്ടൊന്ന് പറയട്ടെ, നിങ്ങളിങ്ങനെ സംസ്കാരരഹിതമായിട്ടല്ലേ പറഞ്ഞതെന്ന്. അപ്പോൾ ചോദിക്കില്ലേ, സഹോദര എന്ത് സംസ്കാരരഹിതമായ ഭാഷയാണ് നമ്മൾ പ്രയോഗിച്ചത്, നിങ്ങളൊന്ന് കാണിച്ചു തരൂ. ഇനി സ്പർദ്ധ ഉണ്ടാവും എന്ന് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം. കാരണം ഞങ്ങൾ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, മറ്റതെല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് അങ്ങനെയല്ല എന്നൊരാൾ തുറന്നടിച്ച് പറയുമ്പോൾ സ്പർദ്ധ ഉണ്ടാകുമായിരിക്കാം. അത് നമ്മൾ ഉത്തരവാദിയല്ല. ഏതായാലും അതിനുശേഷം നമ്മളുമായി വളരെ സ്നേഹബന്ധത്തിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം നിലമ്പൂർ അടുത്താണ്, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ മുഹമ്മദ് എന്നാണ്. അദ്ദേഹം ഇവരെ നേരിട്ട് വിളിച്ചു, നിങ്ങൾ ഇങ്ങനെ ഏകപക്ഷീയമായി പറഞ്ഞു നടക്കരുത്, സ്വാമിയെ നിങ്ങൾ ഒന്നും കൂടി സംസാരിക്കൂ, ഞങ്ങൾ വേദി ഒരുക്കി തരാം, യുക്തിവാദി സംഘം അതിന് വേദി ഒരുക്കി തരാം. ഞാനില്ല, പിന്നെന്താ പറയുക? നമ്മളോട് ശ്രീ മുഹമ്മദ് ചോദിച്ചു, നമ്മൾ പറഞ്ഞു തയ്യാറാണ്, ഞാൻ തയ്യാറാണ്, എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നിങ്ങൾ വിളിച്ചാൽ ഒഴിവുണ്ടെങ്കിൽ വരും, അല്ലാണ്ടെന്താ?
തുറന്ന സമീപനമായിരിക്കണം. ഇനി ഈ സംഭവം കഴിഞ്ഞ് നമ്മളൊരു ദിവസം ചുരുങ്ങിയത് 2 സ്ഥലത്തെങ്കിലും പ്രഭാഷണം ചെയ്യുന്നുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ ഒരു വർഷത്തിൽ ചുരുങ്ങിയത് ഒരു 365 × 2 പ്രഭാഷണമെങ്കിലും ഒരു വർഷം ചെയ്യുന്നുണ്ട്. എത്രയോ വർഷങ്ങളായി ഇത് കഴിഞ്ഞിട്ട്. നമ്മളെ പ്രഭാഷണത്തിന് 100 കണക്കിന് കേട്ടവർ ഈ കൂട്ടത്തിലുണ്ടാവും. ദിവസവും പ്രഭാഷണത്തിൽ ഇയാളെ പറ്റി പറയല നമ്മളെ പണി, വെറുതെ വിചാരിക്കണമെന്നല്ലാണ്ട്. ഇതെന്താ വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഒരു സങ്കല്പം നമ്മളിൽ ദൃഢമായി കഴിഞ്ഞാൽ അതേ കാണൂ, അതേ കേൾക്കൂ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിദാനന്ദപുരസ്വാമി പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ തോന്നുള്ളൂ. എന്താ ഇപ്പം ചെയ്യുക അല്ലാന്ന്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ മാറ്റാനോ തിരുത്താനോ ഒന്നും സാധ്യമല്ല, അതിനോട് മെനക്കെടുന്നുമില്ല. പക്ഷേ ഗുരുവന്ദനം ചെയ്തുകൊണ്ട് ആരംഭിച്ച ഇന്ന് വരെയുള്ള ഒരു ഭാഷണത്തിലും സംസ്കാരവിരുദ്ധമായിട്ടൊരു വാക്ക് പറഞ്ഞെന്നോ ഏതെങ്കിലും മതത്തെ കലഹിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടൊരു വാക്ക് പറഞ്ഞെന്നോ നമുക്ക് ധാരണയില്ല. അതേ സമയത്ത് പലപ്പോഴും സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടാതെയാവും. അത് കേവലം ഇതുപോലുള്ള മതവിഭാഗങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ഇതിനേക്കാൾ ഇഷ്ടപ്പെടായിക ക്ഷേത്രക്കാർക്കുണ്ടാവും. കാരണം ക്ഷേത്രങ്ങളിലെ കരിമരുന്നിനെതിരായിട്ടും ആനെഴുന്നള്ളത്തിനെതിരായിട്ടൊക്കെ നിരന്തരമായിട്ട് പറയുമ്പോൾ ക്ഷേത്രക്കാർക്ക് വലിയ വിരോധമാണ്. അതുപോലെ ഭാഗവത സപ്താഹങ്ങളിലൊക്കെ ഉള്ള തോന്നിവാസങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് കൊണ്ട് ചില സപ്താഹക്കാർക്കൊക്കെ വലിയ വിരോധമാണ്, എല്ലാവർക്കും അല്ല. അപ്പോൾ എന്ത് ചെയ്യാനാണ്? നമുക്ക് അവരോട് വിരോധമില്ല, ഒരു വ്യക്തിയോട് നമുക്ക് വിരോധമില്ല. ആശയത്തെ ആശയം കൊണ്ട് എതിർക്കുന്നു. അങ്ങനെയാണ് അതിനൊരു ഒരു ഒരു സമവായം എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് നമ്മളിത് ശാസ്ത്രീയമായി റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ അത്ര മുന്തിയതല്ലെങ്കിലും ഒരിടത്തരം ക്വാളിറ്റിയുള്ള റെക്കോർഡിംഗ് ഉപകരണം അവിടെ വയ്ക്കുന്നുണ്ട്. അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. സമൂഹത്തിലൊക്കെ ഉണ്ടാവും, പക്ഷെ ആശ്രമത്തിലുണ്ടായിരുന്നില്ല. ഉള്ളത് പറഞ്ഞത് എന്താ? 2 മറ്റൊരു സംഘടന നടത്തുന്ന പരിപാടിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്യാനൊന്നും പോവില്ല. കാരണം സംഘാടകരാണിത് ചെയ്യേണ്ടത്. എങ്കിലും ഈ കേട്ട കൂട്ടത്തിൽ ഏതോ ഒരു വ്യക്തി, ആരാന്നൊന്നും അറിയില്ല, നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ വളരെ മോശമായ ക്വാളിറ്റിയുള്ളൊരു വാക്ക്മാൻ സെറ്റിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അന്ന് കാസറ്റുകളാണ്. അപ്പോൾ ആ കാസറ്റ് അയാൾ കൊണ്ടുപോയി അത്ര കാസറ്റ് തീരുന്നവരെ അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം മിസ്സായിട്ടുണ്ട്. ക്വാളിറ്റി വളരെ മോശമാണ്. റെക്കോർഡറിൻ്റെ ടേപ്പ് റെക്കോർഡറിൻ്റെ സ്പീഡിൻ്റെ ഒക്കെ വ്യതിയാനം കൊണ്ടായിരിക്കാം കുറച്ച് സ്ത്രീ ശബ്ദം പോലെയാണ് 2 പേരുടെയും ശബ്ദങ്ങൾ കേൾക്കുന്നത്. സ്പീഡിൻ്റെ വേരിയേഷൻ കൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും പറയുന്ന വാക്കുകളൊക്കെ സ്പഷ്ടമായി മനസ്സിലാവും. അങ്ങനെ CD ഉണ്ട്, നമ്മളെടുത്തുണ്ട്, ആർക്ക് വേണമെങ്കിലും തരാം. വിൽപ്പനയ്ക്കൊന്നുമില്ല. കേട്ടിട്ട് വിലയിരുത്തുക. പക്ഷെ അത് ആധികാരികമായി നമ്മൾ പ്രചരിപ്പിക്കില്ല. കാരണം നമ്മൾ നടത്തിയ സമ്മേളനമായിരുന്നില്ല അത്. അവർ നടത്തിയ സമ്മേളനമാണ്, അവരാണ് ഇറക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രസംഗം കൊണ്ടങ്ങ് സ്പർദ്ധ ഉണ്ടാവുക നാട്ടിൽ. എന്നാപ്പം നാടിൻ്റെ സ്ഥിതി എന്താ? ദിവസം തോറും എന്തൊക്കെയാണ് പറയണതും കേൾക്കണതും. ഇതൊക്കെ വിലയിരുത്താൻ സമൂഹത്തിന് കഴിയില്ലേ? തീർച്ചയായിട്ടും. സമൂഹത്തിന് എന്താ യുക്തിബോധമില്ലേ? ഏതായാലും നമ്മുടെ അനുഭവം പറഞ്ഞുതരാം. ഇതിൽ ന്യൂനോക്തിയോ അതിശയോക്തിയോ ഇല്ല. ഈ സമ്മേളനം നടന്ന് പിറ്റത്തെ മാസം നമ്മൾ നിലമ്പൂർ ക്ലാസ്സിന് പോയ സമയത്ത് മഞ്ചേരി ഭാഗത്ത് നിന്ന് മുസ്ലിം മതവിശ്വാസികളായ കുറേ പേര് വന്നു. അനുഭവമാണ് പറയുന്നത്. അവർ സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ പറഞ്ഞു, സന്തോഷമായി സ്വാമി, നിങ്ങളുടെ പരിപാടിക്ക് പങ്കെടുത്തു ഞങ്ങൾ പൂർണ്ണമായി, ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം ഇത്രയും കാലം ഞങ്ങൾ ഇയാൾ തേജോവധം ചെയ്യായിരുന്നു, അതിനൊക്കെ ഈ രൂപത്തിൽ മറുപടി പറഞ്ഞ് കേട്ടപ്പോൾ സന്തോഷമായി എന്ന് പറഞ്ഞു. നമ്മളവരോട് കുറച്ചു നേരം സംസാരിച്ചു, സന്തോഷമായിട്ട് പിരിഞ്ഞു. ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ചല്ല. അപ്പം അതുകൊണ്ട് അഥവാ സംസ്കാര വിരുദ്ധമായിട്ടുള്ള ഭാഷയായിരുന്നെങ്കിൽ, ഇസ്ലാമിനെ ദുഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളായ ഇവരതിനെ അനുകൂലിച്ച് പറയില്ലായിരുന്നു. സ്വാമി ഇസ്ലാമിനെ അടക്കി പറഞ്ഞില്ലേ ദോഷം എന്നേ അവർ പറയുള്ളായിരുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. ചെയ്തു വെച്ചാൽ നിങ്ങൾ മനസ്സിലായിക്കൊള്ളുക, ഇയാൾക്ക് എന്തോ ബുദ്ധിഭ്രമം വന്നിട്ടുണ്ടെന്ന്. സംശയമില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരത് ഇറക്കിയിട്ട് ലോകം തീരുമാനിക്കട്ടെ ഏതാണ് സത്യം എന്നുള്ളത്.
പക്ഷെ ഇറക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്തിനാണ് ഇത്രയ്ക്കൊക്കെ പൈസ ചെലവഴിച്ച് ഇങ്ങനെയൊക്കെ സമ്പാദമൊക്കെ സ്വരൂപിക്കുന്നത്? ഞങ്ങൾ പറയണതേ ശരിയുള്ളൂ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ അല്ലാതെ ഒരു അർത്ഥം സമൂഹത്തിന് ചിന്തിക്കാനെങ്കിലും ഇടയാകുന്ന സമ്പ്രദായത്തിൽ ഒരു സംവാദം വരുമ്പോൾ അത് പ്രചരിപ്പിക്കാൻ വലിയ താല്പര്യമൊന്നും സ്വാഭാവികമായിട്ടുണ്ടാവില്ല. അത്രയേ ഉള്ളൂ അതിന് മറുപടി. മുതിർന്നവരും പ്രായം ചെന്നവരും മരണപ്പെട്ടാൽ നടത്തുന്നത് പോലുള്ള പിതൃകർമ്മങ്ങൾ കുട്ടികൾ മരണപ്പെടുമ്പോൾ നടത്താൻ പാടില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആത്മാവ് എല്ലാവർക്കും ഒരുപോലെയാണെന്നാണല്ലോ പറയുന്നത്. സംശയം തീർത്തു തരുമെന്ന് കരുതുന്നു. നോക്കൂ, കുട്ടികൾ മരിച്ചാൽ അതുപോലെ ചെയ്യേണ്ടതില്ല എന്നേ ഉള്ളൂ, ചെയ്യരുതെന്നല്ല, ചെയ്യേണ്ടതില്ല. കാരണം ദേഹതാദാത്മ്യബോധം കൊച്ചു കുട്ടികളിൽ ഏറെ രൂഢമായിട്ടില്ല. സംസ്കാരക്രിയകളിലൂടെ ഉയർന്ന് ദേഹതാദാത്മ്യബോധം രൂഢമായ വ്യക്തികളെ സംബന്ധിച്ച് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടതില്ല. ഈ വിഷയം വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ സൂചനയെ മനസ്സിൽ വെച്ച് വിപുലീകരിക്കുക. കാരണം ദേഹതാദാത്മ്യബോധം രൂഢമാകുമ്പോഴാണ് ഇത് ആത്മാവിനെ സംബന്ധിച്ചല്ലല്ലോ നമ്മൾ പിതൃകർമ്മമൊന്നും ചെയ്യുന്നത്. ആത്മാവിനെ സംബന്ധിച്ച് ജന്മമോ മരണമോ ഇല്ലല്ലോ. ആത്മാവ് ജനിക്കുന്നില്ല, മരിക്കുന്നുമില്ല. പക്ഷെ ദേഹതാദാത്മ്യ ഭാവത്തോടു കൂടിയ ഒരു ജീവഭാവം നമ്മളിലൊക്കെയുണ്ട്. ആ ജീവഭാവത്തിനെ സംബന്ധിച്ചാണ് ജനനവും മരണവും പുനർജന്മവും അതുപോലെ ഊർധ്വ അധോഗതികളുമെല്ലാം. അത്തരം ജീവൻ്റെ ഊർധ്വഗതിക്ക് വേണ്ടി അധോഗതി ഇല്ലാതാകുന്നതിനെ സങ്കല്പിച്ചുകൊണ്ടാണ് മറ്റ് വൈദികമായ വിധിക്കനുസരിച്ച് ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദേഹതാദാത്മ്യബോധം രൂഢമായിട്ടില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അപ്രകാരം ചെയ്യേണ്ടതില്ല. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് ക്രമമായി കൃത്യസമയത്തിന് നാളെ തുടരാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.